ഈ പോക്ക് ശരിയല്ല എന്ന് ഇടതുപക്ഷ ബന്ധുക്കളടക്കം പറഞ്ഞ മുന്നറിയിപ്പുകളോട് വികസന വിരുദ്ധ വിദ്രോഹ സഖ്യമെന്നൊക്കെയുള്ള സങ്കീർണ തെറിവാക്കുകൾ പറഞ്ഞു തള്ളി കടക്കുപുറത്ത് അലർച്ചയോടെ നേരിട്ടൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മാരക പരാജയത്തിൽ CPM നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന അവലോകനത്തിലാണ്. ഒരു നാലും കൂടിയ കവലയിൽ 10 മനുഷ്യരോട് സംസാരിക്കാവുന്ന ഏത് ബ്രാഞ്ച് കമ്മിറ്റി സഖാവിനും എന്നേ മനസ്സിലാവുന്ന കാര്യങ്ങൾ അക്കമിട്ട് പറയുന്ന കേന്ദ്ര കമ്മിറ്റി റിവ്യൂ റിപ്പോർട്ടിൽ തോൽവിക്കുള്ള കാരണങ്ങളിൽ ഒന്നായി പറയുന്നുണ്ട് അറഗൻ ബിഹേവിയർ ഓഫ് കേഡേഴ്സ് ഫ്രം ടോപ്പ് ടു ബോട്ടം ആർ എലിനേറ്റിംഗ് പീപ്പിൾ ഫ്രം ദ പാർട്ടി. അങ്ങ് മേലാവിൽ നിന്ന് താഴെത്തട്ട് വരെ പടർന്നു പിടിച്ച ധിക്കാരം, ധാർഷ്ട്യം, അധികാര, അഹങ്കാരം ജനസാമാന്യത്തെ ചെങ്കൊടി പാർട്ടിയിൽ നിന്ന് കൊത്തി അകറ്റിയെന്നും ആട്ടിയോടിച്ചുവെന്നും വെണ്ടയ്ക്കാനീരത്ത് EP ജയരാജൻ അധിക്ഷേപിച്ച ഏതെങ്കിലും തെക്ക് വടക്ക് വിവരദോഷികളല്ല. അത് CPMന്റെ കേന്ദ്ര കമ്മിറ്റി. അത് പറയുന്നത് ഞാനെന്ന അഹങ്കാരത്തിൽ കുറച്ച് നേതാക്കളും മുതലാളി കൂട്ടുകാരും ഏറാൻമൂളി സാമന്തന്മാരും പാർട്ടിയെ തൊലച്ചുമുടിച്ച് ഇപ്പോൾ തിരിച്ചുവിടാൻ കഷ്ടപ്പെടുന്ന ബംഗാൾ പെടാപ്പാടിന്റെ മുന്നനുഭവം കൊണ്ടുകൂടിയാണ്. അഹങ്കാരത്തിന്റെ കാലചക്രത്തിൽ ചുവപ്പിരാശിമാഞ്ഞ അലിപ്പൂർ സ്ട്രീറ്റ് അടക്കം നാശകാലത്തിന്റെ ദൃഷ്ടാന്തങ്ങൾ നക്ഷത്രം പോലെ നിൽക്കുമ്പോഴും ആ ധാർഷ്ട്യമടക്കം ചർച്ചയാവുന്ന ഒരു പാർട്ടിക്കാലത്തും എനിക്ക് ശേഷം പ്രളയം ഈ പാർട്ടി മുടിഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ലെന്ന പരോക്ഷ പ്രഖ്യാപനത്തിൽ കേരളത്തോട് മുഖ്യമന്ത്രി തിരുത്തില്ല. ഇന്നും നാളെയും മറ്റന്നാളും ആവർത്തിക്കുന്നു വിയോജിപ്പുകളുടെ ആ മണ്ടയടിച്ചു കയറിയ തെമ്മാടിപ്പണി രക്ഷാപ്രവർത്തനം. ക്ഷേമ പെൻഷൻ കൊടുക്കാനും നാട്ടുകാരെ പിടിച്ചു പറിച്ചിട്ടും അത് കൊടുക്കാത്ത വഞ്ചനയിൽ, ഒടുക്കത്തെ വിലക്കയറ്റത്തിൽ പിച്ചപാത്രമെടുത്ത് നാട്ടുകാരുടെ മുന്നിലൂടെ ഇനിയും എന്തിനായിരുന്നു എന്ന് വ്യക്തമാകാത്ത ആ ധൂർത്തയാത്രാ വണ്ടിയിൽ നിന്ന് രാജാവല്ല ദാസനാണെന്ന് വെറുതെ അങ്ങ് പറയാതെ ബാക്കി പത്ര കാഴ്ചകൾ കാണാൻ മുഖ്യമന്ത്രി അങ്ങൊന്ന് പുറത്തിറങ്ങ്. ഇപ്പോഴും ചെവിയിൽ ചോര കട്ട പിടിക്കുന്ന കല്യാശ്ശേരിയിലെ സഞ്ജു മുതൽ മന്ത്രിക്കൂട്ടത്തിന്റെ പരിവാരവാഹനം കയറി കാല് പൊളിഞ്ഞു കിടക്കുന്ന കാട്ടാക്കടയിലെ ആൻസലദാസ് വരെ ആഭ്യന്തരമന്ത്രി അങ്ങയുടെ രക്ഷാപ്രവർത്തനത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളാണ്. എന്നിട്ടും മാറ്റമില്ലാത്ത ധാർഷ്ട്യം ആവർത്തിക്കുമ്പോഴാണ് പ്രതിപക്ഷം പറയുന്നത് ഈ ഗൂണ്ടാപ്പണിക്കാണ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ പേട്രണേജ്. ഏത് BJP-കാരനുമാകട്ടെ ഒരു കോളേജിലെ പ്രധാനാധ്യാപകന്റെ കാലുകുത്തും നെഞ്ചത്തടുപ്പ് കൂട്ടും എന്നൊക്കെ ഒരു ഈർക്കിലി പയ്യനങ്ങ് പ്രഖ്യാപിക്കാൻ കഴിയുന്ന കോൺഫിഡൻസ് എന്തു കാണിച്ചാലും താങ്ങിപ്പിടിക്കാൻ ഈ നേതാക്കളുണ്ടെന്ന ബോധ്യമാണ്. അത് തിരുത്തുന്നില്ലെങ്കിൽ നാടുമായുള്ള പൊക്കിൾക്കൊടി ബന്ധം മുറിച്ച് ചെങ്കൊടിക്ക് ദയാവധം വിധിക്കുന്ന നേതാക്കളെ ചാട്ടയടിച്ചിറക്കാൻ ബംഗാളിന്റെ മുടിഞ്ഞകാലം ആഗ്രഹിക്കാത്ത സഖാക്കളെങ്കിലും സന്ധിയില്ലാത്ത സമരമാകണം. ആ സമരത്തിൽ ഒരു മുതലാളി കൂട്ടുകാരുമില്ലാത്ത, ഒരു മാസപ്പടിയും കുടിക്കാത്തവന്റെ ധർമ്മസമരത്തിൽ പൊളിഞ്ഞു വീഴാത്തതല്ല ഏതു ദൈവത്തിന്റെ വരദാനമെങ്കിലും അഹങ്കാരത്തിന്റെ ആകാശഗോപുരങ്ങൾ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. ശ്രീ രാജു P. നായർ, ശ്രീ PR ശിവശങ്കർ, CPM പത്തനംതിട്ട ഏരിയ സെക്രട്ടറി ശ്രീ MV സഞ്ജു, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ M. ജയചന്ദ്രൻ എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീ രാജു P. നായർ. ശ്രീ രാജു P. നായർ, CPM അതിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് ഇറക്കുന്നുണ്ട്. വളരെ ഭംഗിയായി ക്രോഡീകരിച്ച എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് കൃത്യമായി എണ്ണി പറഞ്ഞു. മറ്റേതെങ്കിലും ഒരു പാർട്ടി അത്തരത്തിൽ ഒരു വിലയിരുത്തൽ റിപ്പോർട്ട് ഉണ്ടാക്കുമെന്ന കാര്യം എനിക്ക് സംശയമാണ്. എന്തായാലും പാർട്ടി കണ്ടെത്തുന്നു ഈ ധാർഷ്ട്യമടക്കം കാരണമാണ്, ഭരണവിരുദ്ധ വികാരമടക്കമുണ്ട് എന്നൊക്കെ കണ്ടെത്തുന്ന റിപ്പോർട്ടിന് ശേഷവും ഇന്ന് പത്തനംതിട്ടയിൽ ഒരു കാപ്പ കേസ് പ്രതിയെ മാലയിട്ട് മന്ത്രി അടക്കം ചെന്ന് സ്വീകരിക്കുകയാണ്. ആ റിവ്യൂ റിപ്പോർട്ടിന് പുല്ലുവില കൊടുക്കുന്നുണ്ടോ ആ പാർട്ടി? രാജു P. നായർ. ഒരിക്കലുമില്ല ഹാഷ്മി. ഈ ഇപ്പോൾ നടക്കുന്ന ഈ വിലയിരുത്തലുകളും അല്ലെങ്കിൽ സ്വയം വിമർശനം എന്നൊക്കെ പറയുന്നതെല്ലാം ഒരുപക്ഷെ ചെയ്യുന്ന ചില ആൾക്കാർക്ക് അതിനകത്ത് ആത്മാർത്ഥത ഉണ്ടാവും. പക്ഷെ അതൊന്നും ഈ പാർട്ടിയെ മാറ്റാൻ കഴിയുന്ന രീതിയിലല്ല ഇന്ന് ഈ പാർട്ടിയിൽ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ. ഇത് ആസൂത്രിതമായി ഒരു ഒരു അക്രമം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത പോലെ പോയിരിക്കുക. നമ്മൾ നോക്കൂ, കഴിഞ്ഞൊരു 8 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എത്ര സംഭവങ്ങളാണ്. ആ സംഭവങ്ങളിലെല്ലാം എന്താണ് CPMന്റെ നേതൃത്വം എടുത്ത നിലപാട്? ഇപ്പോൾ അഖിൽ എന്ന് പറഞ്ഞൊരു പയ്യനെ നമ്മുടെ തിരുവനന്തപുരം കോളേജിൽ, യൂണിവേഴ്സിറ്റി കോളേജിൽ കുത്തുന്നൊരു സംഭവം ഉണ്ടായി. അതിനോടുള്ള അന്വേഷണത്തിലേക്ക് പോയത് ശിവരഞ്ജിത്ത് അതുപോലെ തന്നെയുള്ള 2 പേര് PSC പരീക്ഷയിൽ അട്ടിമറി നടത്തി വരെയുള്ള വിഷയങ്ങളാണ് വന്നത്. മറ്റിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോളേജുകളിൽ മുഴുവൻ നടക്കുന്ന സംഭവങ്ങൾ, ഞാൻ പറയുന്നത് കുട്ടികളൊക്കെ ചിലപ്പോൾ കോളേജിൽ വരുമ്പോൾ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനും ഹാഷ്മിയൊക്കെ കോളേജിൽ പഠിച്ചവരാണ്. നമ്മളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒക്കെ നമ്മുടെ കാലഘട്ടത്തിൽ KSU SFI സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടായിരുന്നില്ല. പലപ്പോഴും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കോളേജിൽ തന്നെ തീരുകയും അല്ലെങ്കിൽ സസ്പെൻഷനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിട്ട് തീർന്നു പോകുന്ന രീതി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് നടന്നിരിക്കുന്ന സംഭവം ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് മുഴുവൻ ഒരു പൊളിറ്റിക്കൽ പാറ്റേൺ കൊടുക്കുകയാണ്. മുഖ്യമന്ത്രി പോലും നിയമസഭയിൽ നിന്നുകൊണ്ട് ഇവരെ ന്യായീകരിക്കുന്ന രീതിയിൽ, അക്രമത്തെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇതെല്ലാം തങ്ങളുടെ അവകാശമാണെന്ന് ധരിച്ചു വെച്ച ഒരു വാനരക്കൂട്ടമായിട്ട് ഇന്ന് കോളേജുകളിൽ ഈ SFI പ്രവർത്തകർ മാറിയിരിക്കുകയാണ്. പല കോളേജുകൾക്കകത്തും കയറാൻ പോലും കഴിയാത്ത രീതി, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ
താവളമാണ്, ഞങ്ങളുടെ കോട്ടയാണ്. ഇപ്പൊ മഹാരാജ് കോളേജിലേക്ക് എന്നാൽ മഹാരാജ് കോളേജിന്റെ ഏറ്റവും വലിയ കവാടത്തിൽ SFIയുടെ കോട്ട എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ആ ഇതിനകത്തുള്ള മുഴുവൻ എക്കോസിസ്റ്റവും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക്, പിന്തുണയ്ക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വിഷയത്തെ സംബന്ധിച്ച് CPMന്റെ നേതൃത്വം എടുക്കുന്നത് അത്തരത്തിലാണ്. CATUവിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ CATUവിന്റെ ഒരു വിഷയം കൂടി പുറത്തു വന്നിരിക്കുന്നുണ്ടല്ലോ. ഈ അക്രമങ്ങൾ വരുമ്പോഴെല്ലാം ഒരു പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ട് അതിനെ ന്യായീകരിക്കുന്ന, അവരെയൊക്കെ എല്ലാം പിന്തുണ കൊടുക്കുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഭരണകൂടം മാറിയതിന്റെ പ്രശ്നം, അതിന് ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നമുണ്ട് ഹാഷ്മി. ഇതിന്റെ എല്ലാത്തിന്റെ ഞാൻ കരുതുന്നത് ഈ ഗുണ്ടകളുടെ, പാർട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഗുണ്ടാപ്പണി ചെയ്യാനുള്ള ആൾക്കാരെ മെരുക്കുന്ന ഹാച്ചറികളായിട്ട് കോളേജുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ കോളേജിൽ നടക്കുന്ന ഒരു സംഭവത്തിന് എന്തിനാണ് CPMന്റെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കാൻ വരുന്നത്? കാരണം ഇവർക്കെല്ലാം പിന്തുണ കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ആ പിന്തുണ കൊടുത്ത് വളർന്നു വരുന്ന കുറ്റവാളികളെ അവരിന്ന് എങ്ങനെയാണോ RSS പലപ്പോഴും ഇന്ത്യയുടെ സംവിധാനങ്ങളിലേക്കകത്തേക്ക് അവരുടെ ആശയങ്ങളുള്ളവരെ കുത്തി നിറക്കുന്നത്, അതുപോലെ കേരളത്തിന്റെ പോലീസിനകത്തേക്ക് ഇവരെ നിറക്കുകയാണ്. അതാണ് ശിവരഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. SFIക്കാരെ അല്ലെങ്കിൽ DYFIക്കാരെ പോലീസിലേക്ക് നിയമിക്കുന്ന രീതിയിലേക്ക് പോകുന്നു. അപ്പൊ ഈ അക്രമം ഇവരുടെ ഒരു വാസനയായി, അല്ലെങ്കിൽ CPMന്റെ പണ്ടത്തെ സായുധ വിപ്ലവത്തിന്റെ ഹാങ് ഓവറിൽ നിന്ന് മാറാത്ത ഒരു പാർട്ടിയായിട്ട് കേരളത്തിലെ CPM മാറിക്കൊണ്ടിരിക്കുക. അവിടെയാണ് ഈ പ്രശ്നം. ഈ തിരുത്തൽ വേണ്ടത് ആദ്യം, ഞാൻ ചോദിക്കുന്നത്, ആ തിരുത്തൽ നടപടികൾക്ക് എന്തെങ്കിലും ആത്മാർത്ഥമുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ ഈ രക്ഷാപ്രവർത്തനമെന്ന് കേരളം മുഴുവൻ എന്താ പറയാ വിമർശനം ഉന്നയിച്ച ആ വാക്ക് വീണ്ടും ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കല്ലോ. ഞാൻ ചോദിക്കുന്നത്, മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും അതിനെ തണുപ്പിക്കാമല്ലോ. അതിനു പകരം താൻ ഉപയോഗിച്ച, താൻ ഏറ്റവും ധാർഷ്ട്യത്തോടു കൂടി അന്നത്തെ നവകേരള സദസ്സിൽ നടന്ന സംഭവങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി താൻ ഉപയോഗിച്ച അതേ ശൈലി ഞാൻ പിന്തുടരും, എനിക്കതിൽ നിന്ന് മാറാൻ കഴിയില്ല, ഞാൻ അതേ പിന്തുടരൂ എന്നുള്ള ജനങ്ങളോട്, ഇത്രയും വലിയൊരു തോൽവിക്ക് ശേഷവും നിൽക്കുന്ന ആ പാർട്ടി ജനങ്ങളോട് പല്ലളിച്ച് കാണിക്കുന്നതിന് തുല്യമാണ് അതേ വാക്കുപയോഗിച്ചുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുന്നത്. ഇതിനപ്പുറം ഈ ജനവിധിയെ എന്താ പറയാ പുച്ഛിക്കാൻ മറ്റൊരു വാക്ക് ആവശ്യമുണ്ടോ? കേരളത്തിൽ മുഴുവൻ ജനങ്ങൾ, ഞാൻ പറയട്ടെ, സ്വന്തം സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അടിച്ച് ഇത് ചെയ്യുന്ന വീഡിയോ നമ്മൾ കണ്ടു. അവർക്കെതിരെ അന്വേഷണം നടത്താൻ പോലും പോലീസായിട്ടില്ല. ഞാൻ പറയുന്നത്, നമ്മളൊക്കെ ഒന്ന് അന്വേഷിക്കണം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ SFI പ്രവർത്തകർക്കെതിരെയുള്ള കേസ്, DYFI പ്രവർത്തകർക്കെതിരെയുള്ള കേസ്, ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്കെതിരെയുള്ള കേസ് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മളിതെല്ലാം അന്വേഷിക്കണം. കണ്ണൂർ, കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ നടക്കുന്നു. അവിടത്തേക്ക് DYSPമാരുടെയും ഒക്കെ ഒന്ന് നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കാം. ഒരു പാർട്ടിയുടെ ഒരു പാറ്റർനേജ് ഇതിനകത്തെല്ലാം പറയണം. അതിന്റെ തുടർച്ചയിലാണ് ഈ ശരൺദാസ് പാർട്ടിയിലേക്ക് വരുന്നത് എന്ന് പോലും ആരോപിക്കുന്നുണ്ട്. CMV സഞ്ജു, പത്തനംതിട്ട ഏരിയ കമ്മിറ്റി അംഗമാണ്. ഈ പറഞ്ഞ ശരൺദാസ് എന്ന് പറയുന്ന ആൾ കാപ്പ കേസ് പ്രതിയാണ്. മലയാലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, ഇറങ്ങുന്നു, പിന്നെയും കേസ്, അറസ്റ്റ്, ജയിലിൽ നിന്ന് ഇറങ്ങുന്നു. ഈ പറയുന്ന 23-നും 24-നോ ആണ്. അതായത് 6-ാം തീയതി ആകുമ്പോഴേക്കും ഒരു മന്ത്രി അടക്കം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് രക്തഹാരമിട്ട് ജില്ലാ സെക്രട്ടറി അടക്കം സ്വീകരിക്കാനുള്ള ധൃതി എന്തിനായിരുന്നു? അത്രത്തോളം അവൾ പത്തനംതിട്ടയിലെ CPM ഈ കാപ്പ കേസ് പ്രതി അനിവാര്യനാണോ ശ്രീ സഞ്ജു? ഈ ശരൺ നിലവിൽ കാപ്പ കേസിൽ പ്രതിയല്ല. ആ കാപ്പ കേസിൽ പ്രതി എന്നുള്ളത് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്തയാണ്. അദ്ദേഹത്തിന് 2023 ഒരു നോട്ടീസ് നൽകിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്. റിവ്യൂ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം നൽകുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കാപ്പ ചുമത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു. കാപ്പ ചുമത്തിയ ആൾക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയുമോ? ഒന്നുകിൽ നാട് വിട്ട് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കേണ്ടി വരും. ഇത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിൽ കാപ്പ കേസ് ചുമത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുകളുണ്ട്. അത് അദ്ദേഹം RSS രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിലനിന്ന സമയത്തെ കേസുകളാണ്. അത് കാപ്പ കേസ് എന്നുള്ളത് ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ഒന്ന് മാത്രമാണ്. സാർ, കാപ്പ ഒരു പ്രത്യേക കാലയളവിലേക്കുള്ളതാണ്. അത് സംഘടനാ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തുന്നത് ശരിയല്ല എന്നൊക്കെ അങ്ങോട്ട് ജില്ലാ സെക്രട്ടറി നിന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ സാർ. അപ്പോൾ ശരൺദാസ് 100% ഒരു കേസിലും പ്രതിയല്ലാത്ത, അല്ലെങ്കിൽ കാപ്പ കേസിൽ നോട്ടീസ് കൊടുക്കാനും മാത്രം ഒന്നുമില്ലാത്ത അവിടുത്തെ ഒരു സാധാരണ പൊതുപ്രവർത്തകൻ, അയാൾക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടായ കേസുകൾ, അങ്ങനെയാണോ MV സഞ്ജു അതിനെ വിലയിരുത്തുക? അതെ, അദ്ദേഹം RSSന്റെ ഭാഗമായി നിന്ന സമയത്തുണ്ടായ സംഘർഷങ്ങളുടെയൊക്കെ ഭാഗമായി ഉണ്ടായ കേസുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത്. അതിൻ്റെ ഭാഗമായി
2023 അദ്ദേഹത്തിന് കാപ്പ പ്രകാരമുള്ള നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന് അദ്ദേഹം റിവ്യൂ പെറ്റീഷൻ കമ്മിറ്റിക്ക് മുമ്പാകെ അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട്. ആ വിശദീകരണത്തിന്റെ ഭാഗമായി തുടർ നടപടികൾ കാപ്പ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പേരിൽ എടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ നിലവിൽ കാപ്പ കേസ് ഇല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് വ്യക്തമാക്കാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ 23-ാം തീയതി വരെ ഇയാൾ ജയിലിലായിരുന്നോ ശ്രീ സഞ്ജു? അത് കള്ളക്കേസിൽ കുടുക്കിയായിരുന്നോ ജയിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം കള്ളക്കേസിൽ കുടിക്കുകയല്ല. അത് DYFI CPIM പ്രവർത്തകരുമായി ഉണ്ടായ സംഘർഷങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം കേസിൽ ജയിലിൽ പോകേണ്ടി വന്നത്. 1 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ കേസാണ്. അതിൽ വാറണ്ടായി അദ്ദേഹം ജയിലിൽ പോയിട്ടുണ്ട്. പക്ഷേ ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായ മാനസാന്തരമാണോ എന്താണെന്ന് അറിയത്തില്ല. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് 23-ാം തീയതി വരെ ജയിലിലാണ്. ചേരണമെന്ന് അദ്ദേഹത്തിന്റെ സാധാരണഗതിയിൽ ഒരു പാർട്ടി അംഗമാകാൻ ചില കടമ്പകൾ കഴിഞ്ഞ മാസം അതിനകത്ത് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് എന്നൊന്നും ഉണ്ട് എന്നറിയാത്ത ആളല്ല താങ്കൾ. താഴെത്തട്ടിൽ നിന്നും ഇയാളെ കുറിച്ചുള്ള വിലയിരുത്തൽ അങ്ങോട്ടേക്ക് പോകണം എന്നുള്ള കാര്യം അറിയാത്ത ആളല്ല അങ്ങ്. ഇവിടെ 23-ാം തീയതി ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരാളെ 6-ാം തീയതി ആകുമ്പോഴേക്കും പാർട്ടി ജില്ലാ സെക്രട്ടറി അടക്കം പാർട്ടിയുടെ ഒരു മന്ത്രി അടക്കം നിന്ന് രക്തഹാരമിട്ട് സ്വീകരിക്കാനും മാത്രം ഈ പറയുന്ന ശരൺദാസിന്റെ എന്താണ് ഇഡലി എന്ന് വിളിപ്പേരുണ്ടെന്നൊക്കെ പറഞ്ഞു, എനിക്കറിയില്ല. അത് ഈ ശരൺദാസിന്റെ മഹത്വം എന്താണ് CMV സഞ്ജു? അദ്ദേഹം ഒരു പ്രദേശത്ത് ഒരു RSSന് വേണ്ടി സംഘർഷം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ചുകൊണ്ടിരുന്ന ആളാണ്. RSSന്റെ പോഷക സംഘടനയായ യുവമോർച്ചയുടെ മേഖലാ ഭാരവാഹിയായിരുന്നു. 3-4 പഞ്ചായത്തുകളുടെ ചുമതലയുള്ള വ്യക്തിയായിരുന്നു. അതിൻ്റെ ഭാഗമായി അദ്ദേഹം RSSൽ നിന്നപ്പോൾ ഉണ്ടായിട്ടുള്ള നിരവധി സംഘർഷങ്ങളിൽ അദ്ദേഹത്തിന് ഭാഗവാക്കാകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ സ്ഥിരമായി അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് RSSുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപകടകരമാണെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം ആ ബന്ധം അവസാനിപ്പിച്ച് അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള സഹപ്രവർത്തകരടങ്ങുന്ന സംഘം CPIMന്റെ ഭാഗമാകാൻ നിലപാട് സ്വീകരിച്ചു. അവരെ ഞങ്ങൾ എല്ലാ വിഷയങ്ങളും വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് അവരെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്നത് പോലെ കേസിൽ പ്രതിയാണ് എന്നുള്ള ഏതൊരു സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ. ഏതൊരു സ്ത്രീയെ ആക്രമിച്ച കേസിലടക്കം പ്രതിയാണ് ശരൺചന്ദ്രൻ എന്ന് കേൾക്കുന്നുണ്ടല്ലോ. സഞ്ജു, ആ കേസ് ഏതാണ്? കേസിൽ പ്രതിയല്ല. അദ്ദേഹം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന സമയത്ത് ഒരു വാക്കുതർക്കത്തിന്റെ ഭാഗമായി സംസാരിച്ചതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടൊരു കേസ് മാത്രമേ ഉള്ളൂ. ആക്രമിച്ച കേസിൽ പ്രതിയല്ല. അത് കള്ളക്കേസാണ്. കള്ളക്കേസാണോ ഇല്ലയോ അത് കോടതി കണ്ടെത്തേണ്ട കാര്യമാണ്. അങ്ങയുടെ പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്നത്. CPM ഭരിക്കുന്ന സർക്കാരിന്റെ പോലീസാണ്. അപ്പോ ഒരു സ്ത്രീയുമായി വാക്കേറ്റം ഉണ്ടായെങ്കിൽ ഇത്തരത്തിലുള്ള കേസെടുക്കും എന്നാണ് സമ്മതിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് തരാമോ? പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ കൊണ്ട് മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റുമോ? എടുക്കണം. അല്ല, അപ്പൊ അത് കള്ളക്കേസാണെന്ന് പറയാണ് സാർ. അങ്ങയുടെ കാര്യം പോട്ടെ, മൊഴി കൊടുത്താൽ കേസ് എടുത്താലേ പറ്റുള്ളൂ സാർ. അങ്ങയുടെ കാര്യം പോട്ടെ. ഇവിടെ KP ഉദയഭാനു എന്ന് പറയുന്ന CPMന്റെ പ്രധാനപ്പെട്ട ജില്ലയുടെ ജില്ലാ സെക്രട്ടറി ഒരു മുൻ RSSകാരന് വേണ്ടി അയാൾ പ്രതിയായിരിക്കുന്നതൊക്കെ CPM DYFI നേതാക്കളെ ആക്രമിച്ച കേസിലെ പ്രതിയാണ് കേട്ടോ. ആ പ്രതിക്ക് വേണ്ടി ഉളുപ്പില്ല എന്ന് ന്യായീകരിക്കുകയാണ്. മാധ്യമങ്ങളോട് സംസാരിച്ചത് കേട്ടു നോക്കണം. ഒരു ജില്ലാ സെക്രട്ടറി വന്ന് ഇയാളുടെ കേസുകളെ ഒന്നാകെ അതൊക്കെ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി എടുക്കുന്ന കേസാണ്, അങ്ങനെ കേസ് എടുത്തുകൂടാ എന്നൊക്കെ അങ്ങ് സാരോപദേശമാണെന്നേ അങ്ങയുടെ ജില്ലാ സെക്രട്ടറി. അല്ല, CPM DYFI പ്രവർത്തകർക്കെതിരെ ഇത് ശ്രദ്ധിക്കും. CPM DYFI പ്രവർത്തകർക്കെതിരെ ആക്രമണം ഉണ്ടായപ്പോൾ ഈ പ്രതിയെ സംരക്ഷിച്ചിട്ടില്ല. ആ സമയത്ത് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം മാനസാന്തരപ്പെട്ട് CPIMന്റെ ഭാഗമാകാൻ വന്നു. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി വേണ്ടത്ര ആലോചന നടത്തി തന്നെയാണ് അദ്ദേഹത്തെയും അടങ്ങുന്ന 60-65ഓളം വരുന്ന ആളുകളെ സ്വീകരിക്കുന്നതിന് വേണ്ടി CPIM തീരുമാനിച്ചിട്ടുള്ളത്. അതല്ലാതെ കേവലം ഒരു വ്യക്തിയിൽ നിൽക്കുന്ന ഒരു വിഷയമല്ല. രാജു പി നായർ, ധൂർത്തപുത്രൻ വീട് വിട്ടിറങ്ങിപ്പോയ പുത്രൻ തിരികെ എത്തിയാൽ വലിയ ആടിനെ അറുത്ത് ആ പുത്രനെ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രമാണം എന്ന് പറയുന്നത് പോലെ എത്ര കൊടിയ കേസുകൾ പ്രതിയാണെങ്കിലും ജയിലിൽ കിടന്ന് ശരൺദാസ് അങ്ങ് മാനസാന്തരപ്പെട്ടു. ആ മാനസാന്തരത്തിന് CPM അംഗീകാരം കൊടുക്കുന്നു. അംഗീകാരം എന്ന് പറഞ്ഞാൽ
ഒരു മന്ത്രി അടക്കം പോയെന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് വിപ്ലവ മുദ്രാവാക്യങ്ങൾ വിളിച്ച് രക്തഹാരമിട്ടുള്ള ആദരിക്കലാണ് രാജു പി നായർ. ഹാഷ്മി, ഞാൻ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് ചോദിച്ചത് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, വലിയ വിസ്മൃതിയിലൊന്നും ആയിട്ടില്ലല്ലോ, യദു എന്ന് പറഞ്ഞൊരു KSRTC ഡ്രൈവർ ഈ മേയർ ആര്യ രാജേന്ദ്രനെ ഭർത്താവ് സച്ചിൻ ദേവുമായിട്ടുള്ളൊരു പ്രശ്നം നടന്നത്. അന്ന് ഈ CPM അണികൾ മുഴുവൻ യദുവിനെതിരെ ഉയർത്തിയ ഏറ്റവും വലുത് കോടതി കണ്ടെത്തി കേസ് തീർത്ത ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നുള്ളൊരു പേരാണ് യദുവിനെ വിമർശിക്കാനും ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. ബഹുമാനപ്പെട്ട ശ്രീ സഞ്ജു, അങ്ങേക്ക് നാണം തോന്നുന്നില്ല ഇപ്പൊ ഇത് വന്നിരുന്നു പറയാനായിട്ട്? മാസങ്ങൾക്ക് മുമ്പല്ലേ നിങ്ങൾ അത്തരത്തിൽ കോടതി അവസാനിപ്പിച്ച ഒരു കേസെടുത്ത് യദുവിനെതിരെ ഉപയോഗിച്ചത്? എന്നിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്ത്രീയെ അപമാനിച്ചത് ഉൾപ്പെടെ ഏതോ വാക്ക് തർക്കത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിങ്ങളാണോ ഇതിന്റെ എല്ലാത്തിന്റെയും കസ്റ്റോഡിയൻ? CPM ആണോ തീരുമാനിക്കുന്നത് ആരാണ് കുറ്റവാളി, ആര് കുറ്റവാളിയല്ല, എപ്പോ കുറ്റവാളിയാവും, എപ്പോ കുറ്റവാളിയാവില്ല എന്നുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിലേക്ക് ഒരു ഗുണ്ടയെ കൊണ്ടുവരാൻ, നിങ്ങളുടെ സ്വന്തം അണികളെ മർദ്ദിച്ച ഗുണ്ടയെ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ കാണിക്കുന്ന ഒരു ജനാധിപത്യ വിരുദ്ധവും അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു 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 കുറ്റവുമല്ലേ ഇത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാവും? നിങ്ങളുടെ മനസ്സിനകത്ത് ഇപ്പോഴും ഒരു ജനാധിപത്യത്തിലേക്ക് വരാൻ വിമുഖതയുണ്ടോ ശ്രീ സഞ്ജു? ഈ നാടിന്റെ നിയമങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വരുന്ന കുറ്റങ്ങൾ അനുസരിച്ച് രാഷ്ട്രീയ ധാർമ്മികത പോലും ജനാധിപത്യത്തിലേക്ക് വരാൻ ഒരു വിമുഖതയില്ല. നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അല്ലേ ഇത്? ഒരു സംഘം ആളുകൾ CPIM-ലേക്ക് ചേരാൻ വരുമ്പോൾ അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഞങ്ങൾ പരിശോധിച്ചു. ആ വിഷയങ്ങൾ പരിശോധിച്ചപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രി അടക്കം നിന്ന് സ്വീകരിക്കാനും മാത്രം എന്ത് മഹത്വം. ഞാൻ രണ്ടുപേരിലേക്ക് എത്താം. ശ്രീ പി ആർ ശിവശങ്കർ ഇവിടെ ഈ ശരൺദാസ് എന്ന് പറയുന്ന ആൾ അവിടെ യുവമോർച്ചയുടെ ഭാരവാഹിയാണ്. അവിടെ RSSന് വേണ്ടി ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അതിനുശേഷം ഈ ഗുണ്ടാ പ്രവർത്തനത്തിൽ RSS അവരെ ഉപയോഗിക്കുകയാണെന്ന ബോധ്യം അവർക്കുണ്ടാകുന്നു. ശരൺദാസ് ഒറ്റയ്ക്കല്ല, 10, 30, 40 ആൾക്കാരുടെ കൂടെയാണ് ശരൺദാസ് അവിടെ CPM-ലേക്ക് എത്തുന്നത്. ഒരു പ്രാദേശിക പാർട്ടി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവരെ പഴിക്കാനുള്ള ധാർമ്മിക അവകാശമുണ്ടോ ശ്രീ പി ആർ ശിവശങ്കർ? ഹാഷ്മി, ഈ ചർച്ചയുടെ ഈ നിങ്ങൾ 3 പേര്, ഹാഷ്മിയും അതേപോലെ തന്നെ രാജുവും ശ്രീ സഖാവ് സഞ്ജുവും എല്ലാം പറയുന്നത് ഈ പാർട്ടി കഴിഞ്ഞ കുറേ നാൾ വരെ വളരെ നല്ല പാർട്ടിയായിരുന്നു, ജനങ്ങളോട് വളരെ അടുത്ത ബന്ധം, അവർ തിരുത്തൽ ചെയ്തിരുന്നു, അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ ഈ തൊട്ടടുത്ത കാലത്താണ് ഇവർക്ക് ധാർഷ്ട്യം വന്നത്, ഈ ഗുണ്ടായുസത്തെ ഇവർ പിന്തുണയ്ക്കുന്നത് എന്ന രീതിയിലാണ് ഹാഷ്മിയും ഈ പാർട്ടിയെ വെളുപ്പിച്ചെടുക്കുന്നത്. ഇത് സത്യത്തോട് ഒരു അടുത്ത പുലബന്ധം പുലർത്തുന്ന ഒരു വ്യാഖ്യാനമല്ല. താങ്കൾക്കും അറിയാം ഈ പാർട്ടിയുടെയൊക്കെ ചരിത്രം വളരെ, ഇതിപ്പോൾ കഴിഞ്ഞ 8 വർഷത്തേന്നുമല്ല, രാജു പറഞ്ഞ പോലെ 8 വർഷമായിട്ടല്ല അവർ ചീത്തയത്, മോന്താഴം വളഞ്ഞിട്ട് വർഷങ്ങൾ. ഞാൻ ചെറിയ 2-3 കാര്യം പറയാം. ഇപ്പോൾ SFIയുടെ കാര്യമൊക്കെ, പരുമല ദിവസമൊക്കെ എന്തായാലും ഹാഷ്മിക്ക് ഓർമ്മയുണ്ടാവും. 3 ചെറുപ്പക്കാരെ പമ്പയിലേക്ക് CITUക്കാരാണ് കല്ലെറിഞ്ഞു കൊന്നത്. എന്നിട്ട് ഒരു പ്രമുഖനായ, അങ്ങയുടെയൊക്കെ ആരാധ്യനാണെന്ന് വിളിക്കുന്ന ഒരു നേതാവ് പോക്കറ്റിൽ വെള്ളം കയറി മരിച്ചാണെന്ന് നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ DNA-ലുള്ളതാണ്, ഇത് ഇവരുടെ പെഡിഗ്രിയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കുറച്ച് മരണക്കണക്കെടുത്ത് പെഡിഗ്രി തീരുമാനിച്ചാൽ നമുക്ക് വേറെയും പെഡിഗ്രി എടുക്കാം ശിവശങ്കർ. ഒരു മരണക്കണക്കെടുത്താണ് പെഡിഗ്രി തീരുമാനിക്കുന്നതെങ്കിൽ എടുക്കാം പെഡിഗ്രി, എടുക്കാം മരണപ്പട്ടികകൾ, എടുക്കാം SFIയുടെ 35 രക്തസാക്ഷികൾ, എടുക്കാം അതിൽ RSS BJP പങ്ക്. അപ്പൊ ഈ നിങ്ങൾ ആരും മാലാഖമാർ ആണെന്ന രീതിയിൽ അങ്ങ് പറഞ്ഞു പോവല്ലേ പി ആർ ശിവശങ്കർ? ശരി, ഏതെങ്കിലും SFIക്കാരൻ്റെ കണ്ണിലേക്ക് ഈർക്കിലി കുത്തിയിട്ട് ഒരു MA പോസ്റ്റ് ഗ്രാജുവേഷന് പരീക്ഷ എഴുതുന്ന കുട്ടിയുടെ കണ്ണിലേക്ക്, ഇതുവരെ ഒരു ക്രിമിനൽ കേസിൽ പ്രതിയല്ലാത്ത ഒരു കണ്ണിലേക്ക് കുത്തിക്കയറ്റിയ ചരിത്രം ഒന്ന് പറയാമോ? ഞാൻ നാളെ ഹാഷ്മിയുടെ മുമ്പിൽ കൊണ്ടുതരാം. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ കണ്ണിലേക്ക് കുത്തിയിട്ട് അന്ധനായി പോയ MA പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ക്രിമിനൽ കേസും ഇല്ലാത്ത, ഞാൻ അങ്ങനത്തെ ഒരു 10,000 കേസ് കാണിച്ചു തരാം. തിരിച്ചടിച്ചിട്ടുണ്ട്, ഒരു സംശയവുമില്ല. ഞാൻ ഇവിടെ കൊന്നുതള്ളിയ കേസെടുക്കാം. അല്ല, ഞാൻ കൊന്നുതള്ളിയ കേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അല്ല, ഈർക്കിൽ കണക്ക് പറയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൊന്നുതള്ളിയ കേസ് എത്രയാണ്? നമുക്ക് ആ കേരളത്തിന്റെ ഭൂതകാലത്തിന്റെ ചോരക്കണക്കിലേക്ക് പോകണ്ട, അതാരും ആഗ്രഹിക്കുന്ന ആവില്ല പി ആർ ശിവശങ്കർ.
അല്ല അല്ല ഈ പരുമല കേസിൽ അവർക്ക് എത്ര കേസ് ഉണ്ടായിരുന്നു? അവർക്കെതിരെ അവരെത്ര കേസിൽ പ്രതികളായിരുന്നു? അവർ ചെയ്ത തെറ്റെന്താ? അപ്പോൾ അതൊന്നും പറയണ്ട, കണക്കൊക്കെ എടുക്കാം, അതൊന്നും പറയണ്ട. അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്നും എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം ഇത്തരത്തിലുള്ള ഇടിമുറി. ഇപ്പോൾ രാജു പി നായർ പറഞ്ഞല്ലോ മഹാരാജാസ് കോളേജിൽ ഇടിമുറിയില്ലേ? KSUവിനോ ABP കടെ പ്രവർത്തിക്കാൻ പറ്റുമോ? ഞാൻ കാണിച്ചു തരാം, എൻ്റെ കൂടെ ഇപ്പോൾ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ കോളേജിൽ മാത്രമല്ല, അവിടുത്തെ ഹോസ്റ്റലിലുണ്ട്. ഞങ്ങളൊക്കെ കൊണ്ടുപോയി ഇടിച്ചിട്ടുണ്ട്. ഞങ്ങൾ സത്യത്തിൽ എനിക്ക് കൊള്ളാഞ്ഞത്, എനിക്ക് SFI അവിടുത്തെ നേതാവായിരുന്നു, ഇപ്പോഴത്തെ പല നേതാവായിട്ട് നല്ല ബന്ധമുള്ളത് കൊണ്ടാണ് എന്നെയൊക്കെ മർദ്ദിക്കഴിഞ്ഞത്. പക്ഷേ എനിക്കൊക്കെ ഭയങ്കര ഭീഷണി ഉണ്ടായിട്ട് അവിടെ പ്രവർത്തിക്കും. അതൊക്കെ വിട്ടേക്ക്, ഞാനൊന്നും ആ ചരിത്രമൊന്നും പറയുന്നില്ല. അപ്പോൾ ഇത് ഇവരുടെ DNA-ലുണ്ട്, ചരിത്രമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. CPM-ൻ്റെ കണ്ണൂരൻ നേതാക്കളുടെ പേര് പറയും, ഞാൻ പേര് പറയുന്നില്ല. BJP-യുടെ നേതാക്കൾ CK പത്മനാഭനായാലും PK കൃഷ്ണദാസ് ആയാലും V മുരളീധരനായാലും അവരുടെ പേരിൻ്റെ ഒപ്പം വെക്കാവുന്ന മറ്റ് സംസ്ഥാനത്തെ നേതാക്കളുടെ പേര് പറയും. എന്താണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് അവരുടെ ഒരു ഇമേജ്, സോഷ്യൽ മീഡിയയിലോ അവരുടെ ഇമേജ് എന്താണ്? അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പാർട്ടിയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള വലിയ രീതിയിൽ. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ഹാർഡ് ഡിസ്ക് തന്നെ, പഴയത് പറയണ്ട, ഹാർഡ് ഡിസ്ക് തന്നെ കറപ്റ്റഡായി. ഇനി ഈ പാർട്ടി നന്നാക്കാൻ പറ്റില്ല. ഇതുപോലെ ആക്രി വിലയ്ക്ക് വിൽക്കുക നിവൃത്തിയുള്ളൂ. കാരണം അത്രയേറെ. ഞാൻ ചോദിക്കട്ടെ, ഒരു SFIയുടെ നേതാവ്, ഞാനിപ്പോൾ ഈ മറ്റുള്ള ശരണിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാട്ടോ, ഒരു SFIയുടെ നേതാവ് തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രസംഗിക്കുക വേണമെങ്കിൽ ഒരുപക്ഷെ നടന്നേക്കാം. കുട്ടികളാണ്, ചിലപ്പോൾ ആവേശം മുത്തൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ അതിനെ നിയമസഭയിൽ പോലും ന്യായീകരിക്കുന്ന അത്ര ക്രിമിനൽ സ്വഭാവമുള്ള ഒരു മനസ്സുണ്ടാകുക എന്നത് അത് എന്ത് തരം ഒരു മാനസികാവസ്ഥയാണ്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. SFIയുടെ കാര്യങ്ങൾ അത്തരത്തിൽ പോലീസിനെ പറഞ്ഞ മോശമായ വാക്കുകൾ. പത്തനംതിട്ടയിൽ ഫോർ എക്സാമ്പിൾ പത്തനംതിട്ടയിൽ CPM-ലേക്ക് മാലയിട്ട് കയറിപ്പോയ ശരൺദാസ് നിങ്ങളുടെ അവിടുത്തെ ക്രിമിനലായിരുന്നു. നിങ്ങളവിടുത്തെ ഈ പറഞ്ഞ കൊട്ടേഷൻ പണിക്കും ആക്രമ പണിക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു. ആരാണെന്ന് ഇതിൽ നിന്ന് മുക്തർ? ശ്രീ PR ശിവശങ്കർ. ഞാൻ അങ്ങോട്ട് വരാം. അപ്പോൾ ശരി, ഇനി അങ്ങനെയാണ് ആരോപണമെങ്കിൽ ഈ വ്യക്തി ഞങ്ങൾ 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ പുറത്താക്കിയതാണല്ലോ. അതല്ല, ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിലും ഞങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എങ്കിൽ ഇതപ്പോൾ തന്നെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഫോട്ടോസോ നിങ്ങളും അതേപോലെ തന്നെ CPM-ൻ്റെ നേതാക്കളും കാണിക്കുമായിരുന്നല്ലോ. ഏതെങ്കിലും കുമ്മനം രാജശേഖരൻ്റെ ഒപ്പം V മുരളീധരൻ്റെ ഒപ്പം സുരേന്ദ്രൻ്റെ ഒപ്പം കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോകളൊക്കെ ഇപ്പം തന്നെ വന്നേനല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയതാണ് ഞാൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ 3 വർഷമായിട്ട് അദ്ദേഹത്തിന് ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ ആ പുറത്താക്കലിനെ ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി വളർത്തുക എന്നത് CPM-ൻ്റെ പെഡിഗ്രിയാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അത് CPM ചുമത്താൻ അനിവാര്യമായ കേസുകളിൽ ഈ ആൾ പ്രതിയാവുന്നത് നിങ്ങളുടെ കൂടെ നിന്ന്, നിങ്ങളുടെ ക്യാമ്പിൽ നിന്ന, നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ്. ഒരു ശരൺദാസ് മാത്രമാണ്. ഞാനത് ഹാഷ്മി ചോദിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു ശരൺദാസ് മാത്രമാണോ? അല്ല, പെഡിഗ്രി തിരിഞ്ഞു പോയാൽ ഒരുപാട് ശരൺദാസ്മാരുണ്ടെന്നേ നിങ്ങളുടെ പാർട്ടിയിലും. ശ്രീ PR ശിവശങ്കർ. ഹാഷ്മി, യു കം ടു ദ ട്രാപ്പ്. ശരി, അപ്പം ഞാൻ അടുത്ത ചർച്ചയോട് വരാം. തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ ഇന്നലെ കാപ്പ ചുമർത്തിയല്ലോ. എന്ത് കേസുണ്ടായിട്ടാണ് 107 അടിച്ചു വിട്ടത്? എന്ത് കേസുണ്ടായിട്ടാണ് കാപ്പ ചുമത്തിയത്? തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ KK അനീഷിനെ, അഡ്വക്കേറ്റ് KK അനീഷിനെ നിങ്ങൾ എന്ത് കുറ്റകൃത്യത്തിൻ്റെ പേരിലാണ് കാപ്പ ചുമർത്തിയത്? അപ്പോൾ സംസ്ഥാനത്ത് BJP അക്കൗണ്ട് തുറന്നപ്പോൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടപ്പോൾ ആ വ്യക്തിയെ, അതിൻ്റെ കാരണക്കാരനായ വ്യക്തിയെ, അതിന് മുന്നിൽ നിന്ന് നയിച്ച വ്യക്തിയെ നിങ്ങൾ നിങ്ങളെന്ന് വെച്ചാൽ ഹാഷ്മി അല്ല കേട്ടോ, ഹാഷ്മി മനസ്സുകൊണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഒരു CPM-ൻ്റെ ഇവിടുത്തെ ഭരണാധികാരികൾ കാപ്പ ചുമത്തി ഇടുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു മണ്ഡലം പ്രസിഡന്റിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്? അപ്പോൾ താങ്കൾ ട്രാക്കിലേക്ക് വന്നു. അപ്പോൾ ശരൺദാസിനെ കാപ്പ ചുമത്തിയത് തെറ്റായ കാപ്പയാണ് താങ്കൾ പറയുകയാണ് അല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെന്തുകൊണ്ടാണ് താങ്കൾ തൃശ്ശൂരിലേക്ക് പെട്ടെന്ന് ഉദാഹരണമായി പോയത്? ഇല്ലല്ലേ, അപ്പോൾ അങ്ങ് പെട്ടെന്ന് തൃശ്ശൂരിലെ ജില്ലാ സെക്രട്ടറിക്കെതിരായ അന്യായ കാപ്പയെ കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത്? ഞാൻ പറയാം ഹാഷ്മി. ഒന്ന്, താങ്കളിപ്പോൾ 6ാമത്തെ ചോദ്യമാണ് എനിക്കെതിരെ ഞാൻ പറയുന്നതിനിടയിൽ ചോദിക്കുന്നത്. മറ്റുള്ളവർക്ക് 10 മിനിറ്റ് രാജു പി നായർ ചോദിച്ചപ്പോൾ 2.5 മിനിറ്റ് കൊടുത്ത മഹാനുഭാവനാണ്. അപ്പോൾ അതുകൊണ്ട് എന്നൊക്കെ ചോദ്യം ചോദിച്ചോളൂ, ചോദ്യത്തെ ഭയന്നിട്ടല്ല. ഞാനൊന്ന് പറഞ്ഞു തീരുന്ന വരെ സമയം തന്നാൽ സന്തോഷം. താങ്കൾക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്. ഇറ്റ്സ് യുവർ ഫ്ലോർ. യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻ, എനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ, എനി ടൈം, വാട്ട് എവർ യു വാണ്ട്. ഐ ആം റെഡി ടു ആൻസർ ഇറ്റ്. പക്ഷേ അതല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വന്നത്, കാപ്പ ചുമത്തുമ്പോൾ ഇങ്ങനെ ചരിത്രവും കൂടിയുണ്ട്. മറ്റു വ്യക്തികൾക്കെതിരെ ഇത്തരത്തിലുള്ള ആളുകളെ പുറത്താക്കിയെന്നാണ് ഞാൻ പറഞ്ഞത് അതിനു മുമ്പ്. അത് ഞാൻ മാത്രമല്ല, സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി വളരെ വ്യക്തമായി ഇന്ന് കോട്ടയത്ത് പറഞ്ഞിട്ടുണ്ട്.
എന്നിട്ടും താങ്കൾക്ക് സംശയമാണോ? അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഞങ്ങൾ പുറത്താക്കിയിട്ടുണ്ട്. അത് ഒരാളെ ശരി, ശരി. ധാരാളം പേരെ പുറത്താക്കിയിട്ടുണ്ട്. ശരി, നമുക്ക് ചെറിയ തെറ്റുകൾക്ക് പോലും പുറത്താക്കിയിട്ടുണ്ട്. ശരി, നമുക്ക് അപ്പോൾ സഞ്ജുവിനോട് ഈ ചോദിക്കാം. പാർട്ടിയിലെ പ്രാദേശിക മണ്ഡലത്തിൽ സഞ്ജുവിനോട് ചോദിക്കാം. ഞാൻ സഞ്ജു ഒരു കാര്യം അങ്ങനെയാണോ? കൂടെ പറഞ്ഞിട്ട് പാർട്ടിയിൽ ഞാൻ ഒരു നിന്നും കാര്യം കൂടെ ഒരു 2 വർഷം മുമ്പ് ബി ജെ പിയിൽ നിന്ന് യുവമോർച്ചയിൽ നിന്ന് പുറത്താക്കിയ ഒരു ഹാർഡ് കോർ ക്രിമിനലാണോ ഈ ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ശരൺദാസ്? അല്ല, 2 വർഷം മുമ്പ് പുറത്താക്കി എന്നുള്ള വിവരം ഇപ്പോഴല്ലേ പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയാളപ്പുഴ മേഖലയിൽ ഗണേശോത്സവം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കുകയും RSS പ്രവർത്തനങ്ങൾക്ക് നിന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും എല്ലാം ചെയ്ത വ്യക്തിയാണ്. ഈ 26-ാം തീയതി വരുന്നത് വരെ അദ്ദേഹം പ്രവർത്തനത്തിലെല്ലാം ഏർപ്പെട്ടുകൊണ്ടിരുന്ന ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ 2 വർഷം മുമ്പ് അദ്ദേഹത്തെ 3 വർഷം മുമ്പ് പുറത്താക്കിയാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ട്? ഈ നാട്ടിൽ ആരും അറിഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹത്തെ 2 വർഷം മുമ്പ് 3 വർഷം മുമ്പ് പുറത്താക്കി എന്നുള്ളത്. അദ്ദേഹത്തിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളെല്ലാം RSS പ്രവർത്തനം എന്ന നിലയിൽ തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും അദ്ദേഹം ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ആ പറയുന്നതിനകത്ത് ഒരു അടിസ്ഥാനവുമില്ല. രഹസ്യമായി ചില പുറത്തുണ്ടോ? ഞാൻ അങ്ങനെ അദ്ദേഹം ഈ കഴിഞ്ഞ ജൂൺ മാസം വരെയും RSS പ്രവർത്തകനായിരുന്നു. അല്ലല്ല, ഒരു മിനിറ്റ്. ഗണേശോത്സവത്തിൽ അമ്പലത്തിലെ പോയാൽ BJP എന്ത് ചെയ്യാനാ? RSS എന്ത് ചെയ്യാനാ? പുറത്താക്കിയത് RSS കാരനായതാണല്ലോ പുറത്താക്കിയത്. അല്ലെ, പുറത്താക്കുന്നത് നോട്ടീസ് കൊടുക്കലൊക്കെ പതിവില്ലേ PR ശിവശങ്കർ? അങ്ങനെയറിയാം, അങ്ങനെ നോട്ടീസ് കൊടുത്താൽ BJP ഒന്നും ചെയ്യാനല്ല പറഞ്ഞത്. PR ശിവശങ്കർ ഈ പുറത്താക്കൽ നോട്ടീസ് കൊടുക്കലൊക്കെ പതിവില്ലേ? അങ്ങനെ അറിയാം, അങ്ങനെ നോട്ടീസ് കൊടുത്താൽ. അല്ലല്ല, ആ നോട്ടീസ് പുറത്തുവിടാവോ? അല്ലാതെ അമ്പലത്തിൽ പോയതിനെ എതിർത്തല്ല ഞങ്ങൾ ഈ പറഞ്ഞത്. ചർച്ചക്കിടയിൽ എപ്പോഴെങ്കിലും ആ നോട്ടീസോ അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കി എന്തെങ്കിലും ഒരു രേഖാപരമായ തെളിവ് അങ്ങേക്ക് ഇപ്പൊ അങ്ങ് ഒറ്റയ്ക്കല്ലോ, അങ്ങനെ ഫോണിൽ ഒരു സംഘം എന്തായാലും ഉണ്ടാവുമല്ലോ, ഫോണിൽ എന്തെങ്കിലും ഒരു രേഖ പുറത്തുവിടാവോ ഈ സഞ്ജുവിനെ ഈ ശരൺദാസിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട്? ഒരു പുറത്താക്കൽ ഉണ്ടായിട്ടില്ല ശ്രീ PR ശിവശങ്കർ, ഒന്നും ഉണ്ടായിട്ടില്ല, വെറുതെ പറയുന്നതാണത്. ശരി, ഞാൻ അങ്ങനെ എത്താം. ശ്രീ CM ജയന്തൻ, ഇതിപ്പോ നമുക്ക് പത്തനംതിട്ടയിലെ പ്രാദേശിക അല്ലല്ല അന്വേഷിച്ചോ? ഞാൻ അല്ല, താങ്കൾ അന്വേഷിച്ചിട്ടാണോ പറയുന്നത്? അല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ പുറത്താക്കിയതിന് ഒരു തെളിവ് എവിടെയും കാണാനില്ല, ഒരു നോട്ടീസ് എവിടെയും കാണാനില്ല. ശ്രീ PR ശിവശങ്കർ അന്വേഷിച്ചിട്ടാണ് പറയുന്നത്. ഇനി ആ നോട്ടീസ് ഉണ്ടെങ്കിൽ അങ്ങൊന്ന് കാണിക്കൂ. അദ്ദേഹം ജൂൺ മാസം വരെയും RSS നോട്ടീസ് അടിച്ച് പുറത്താക്കാവുന്ന ആരാ ഈ പാർട്ടിയുടെ നിയമത്തിലുണ്ടെന്ന് ആരാ പറഞ്ഞേ? അല്ല, വാക്കാൽ പുറത്താക്കിയാൽ മതിയോ? ചുമതലക്കാരുടെ പേരെങ്കിലും മാറണ്ടല്ലേ? അല്ല, വാക്കാൽ പുറത്താക്കിയാൽ മതിയോ? ധാരാളം മതി. പിന്നെ എങ്ങനെയാണ് പിന്നെ എങ്ങനെയാണ് യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റായി നിൽക്കുന്നത് ശ്രീ PR ശിവശങ്കർ? ഈ അടുത്ത കാലം വരെ പുറത്താക്കിയ ഒരാൾ മണ്ഡലം പ്രസിഡന്റൊക്കെ എന്നയോ മാറ്റി സർ, എന്നയോ മാറ്റി. എത്ര വർഷം മുമ്പ് മാറ്റിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് കാറ്റഗറിക്കലി പറഞ്ഞു. നിങ്ങളുടെ 24 ആളുകൂടെ ഉണ്ടായിരുന്നല്ലോ. ഇറ്റ് വാസ് എ ഡീറ്റെയിൽ പത്രസമ്മേളനം ഇന്ന് കോട്ടയത്ത്. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കാൻ? എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞത് ഞങ്ങൾ മുൻകാല പ്രാബല്യത്തിൽ അങ്ങ് പുറത്താക്കി, അത് ഞങ്ങൾ മനസ്സിൽ വെച്ച് ഇപ്പൊ പറയുന്നു എന്നൊക്കെ പറയുന്നതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കട്ടെ. അദ്ദേഹത്തിന് കഴിഞ്ഞ 2 വർഷമോ 3 വർഷമായിട്ട് അദ്ദേഹം ഈ ഗണേശോത്സവത്തിലല്ലാണ്ട് ഏതെങ്കിലും സംസ്ഥാനത്തെ BJPയുടെ യോഗത്തിൽ പങ്കെടുത്ത ഒരു ഫോട്ടോ ഉണ്ടോ? ചോദിക്കാം, നമുക്ക് ചോദിക്കാം. CM ജയന്തൻ, ഇതിപ്പോ പത്തനംതിട്ടയിലെ ഒരു പ്രശ്നമല്ല. ഒരു പത്തനംതിട്ടയിലെ ഇക്കാലം അത്രയും അവിടെ CPM-നെതിരെ നിന്ന ഒരു മുൻ RSS പ്രവർത്തകനായ വർഗീയ വിഭാഗം എന്ന് CPM തന്നെ കാറ്റഗറിക്കലി വിളിക്കുന്ന RSSൽ നിന്ന് ഒരാളെ മാലയിട്ട് സ്വീകരിക്കുകയാണ്. അവിടെ മലപ്പുറത്ത് CIT-ന്റെ അക്രമം നടക്കുകയാണ്. അവിടെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയാണ്, പണ്ട് നവകേരള യാത്ര ബസ്സിന് നേരെ നടന്ന ആ വിയോജിപ്പിന്റെ മണ്ടയടിച്ച് കയറിയത് എൻ്റെ കണ്ണിൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനം തന്നെയാണ്, ഞാൻ മറ്റൊന്നും കണ്ടിട്ടില്ലെന്ന് പറയുകയാണ്. ഇവിടെ കേന്ദ്ര കമ്മിറ്റി എന്താണ് ദീർഘ ദിവസങ്ങളിൽ തലപുകച്ചുണ്ടാക്കിയ വിലയിരുത്തൽ റിപ്പോർട്ടിന് എന്തെങ്കിലും ഒരു വില കേരളത്തിലെ പാർട്ടി കൊടുക്കുന്നുണ്ടോ CM ജയചന്ദ്രൻ? ഹാഷ്മി, CPIM LDF കേരളത്തിലെ ഈ അടുത്തിടെ തന്നെ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ടു എന്നുള്ളത് വസ്തുതയാണ്. എല്ലാവരും നമുക്കെല്ലാം അറിയുന്നതും ആ പാർട്ടി തന്നെ അംഗീകരിക്കുന്നതും തിരുത്തൽ നടപടികളിലേക്ക് കടക്കണം എന്ന് തീരുമാനിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഏതു തരത്തിലുള്ള വിമർശനങ്ങൾ ആ പാർട്ടിക്ക് നേരെ ഉയർന്നാലും അത് ഈ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുകയും വേണം. ഞാൻ ആ ഒരു പരിധിവരെ സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ ചർച്ചയിലും. പക്ഷേ എനിക്ക് വിയോജിപ്പുള്ള ചില കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടത് രാജു P. നായർ പറഞ്ഞതും PR ശിവശങ്കർ പറഞ്ഞതുമായ കാര്യങ്ങൾ പ്രധാനമായിട്ടുമുണ്ട്. ഒന്ന്, രാജു പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്? പൊളിറ്റിക്കൽ പേട്രണേജ്, രാഷ്ട്രീയ രക്ഷാകർതൃത്വം. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്. കഴിഞ്ഞ കുറച്ച് കാലമായി എല്ലാവരും എടുത്ത് പ്രയോഗിക്കുന്ന ഒരു ഡയലോഗുമാണിത്. അതൊന്ന് നോക്കൂ, അത് മാത്രം ഒന്ന് പരിശോധിക്കൂ. 2022 ജനുവരി ഫസ്റ്റ് വീക്കിൽ, ജനുവരി 8-ാം തീയതിയാണല്ലോ ധീരജ് രാജേന്ദ്രനെ നിഖിൽ പൈലി കുത്തിക്കൊല്ലുന്നത് ഇടുക്കിയിൽ. എന്താണ്
അന്നും ഇന്നും KPCC പ്രസിഡന്റായ കെ സുധാകരൻ പറഞ്ഞത് ഇരന്നു വാങ്ങിയ മരണം. അതാണ് പൊളിറ്റിക്കൽ പാട്രണേജ്. നിസ്സംശയം അടിവരയിട്ട് പറയണം, അതാണ് പൊളിറ്റിക്കൽ പാട്രണേജ്. ആരാണ് കൊടുത്തത്? KPCC പ്രസിഡന്റ്. ആർക്കാണ് കൊടുത്തത്? അത് ഞങ്ങളുടെ കുട്ടികളാണ് എന്ന് പറഞ്ഞാണ് കൊടുത്തത്. എന്നിട്ട് പറയുകയാണ് പൊളിറ്റിക്കൽ പാട്രണേജ് ആരുടെ കുത്തകയാണ്? CPIMൻ്റെ കുത്തകയാണത്രേ. രാജു, എങ്ങനെയാണ് താങ്കൾ ഇത് ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പ്രസ്താവനയിൽ നിന്ന് ഇന്നേ വരെ ഈ കെ സുധാകരൻ പിന്മാറിയിട്ടില്ല, ആവർത്തിച്ചിട്ടേ ഉള്ളൂ. ഒന്ന്. രണ്ട്, PR ശിവശങ്കർ പറയുന്നുണ്ടല്ലോ CPIMൻ്റെ അതിക്രമങ്ങളെപ്പറ്റി. ഞാൻ ചോദിക്കട്ടെ, മറ്റൊന്നും പറയുന്നില്ല, കൊലപാതകങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. ഒറ്റ കാര്യം, BJPയിൽ നിന്ന് RSSൽ നിന്ന് CPIMലേക്ക് വന്നയാളാണല്ലോ OK വാസു, കണ്ണൂര്. 3 പ്രാവശ്യമാണ് 2015 മാത്രം, ഞാൻ ഒറ്റ കൊല്ലത്തെ കാര്യം പറയുന്നുള്ളൂ, 2015 മാത്രം 3 തവണയാണ് ബോംബെറിഞ്ഞത് OK വാസുവിനെ. താങ്കൾക്കറിയില്ലേ അത്? ശ്രീ PR ശിവശങ്കർ പൊളിറ്റിക്കൽ പാട്രണേജ് ഇല്ലാതെയാണോ ചെയ്തത് അത്? അപ്പോൾ ഇത് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്ന് മുക്തമല്ല. അതാദ്യം നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ CPIMന് തെറ്റ് പറ്റിയെന്ന് ആ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി തന്നെ അംഗീകരിച്ചു. തിരുത്താനുള്ള നടപടികൾ മുകളിൽ നിന്ന് താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെ നടത്തണമെന്നും തീരുമാനിച്ചിട്ടുണ്ട്. നടത്തണം, നടത്തിയേ മതിയാവൂ. ഇത്തരം പ്രശ്നങ്ങളുണ്ടായാൽ ആ വിമർശനങ്ങൾ കേൾക്കുകയും വേണം. പക്ഷേ അതുകൊണ്ട് എല്ലാം കൂടെ ആ പാർട്ടിയുടെ പുറത്തേക്ക് ചാരിക്കെട്ടാം എന്ന് വിചാരിച്ചാൽ കണ്ണടച്ചാൽ ഇരുട്ടാവില്ല. കണ്ണടയ്ക്കുന്നവർക്ക് മാത്രമേ ഇരുട്ടാവൂ. അതുകൊണ്ടാണ് ഞാനിത് പറയാൻ തയ്യാറാവുന്നത്. പിന്നെ ഹാഷ്മിയുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ പറഞ്ഞ പറഞ്ഞുകൂടാത്തതുമായ വർത്തമാനമാണ്, ഒരു തർക്കം അക്കാര്യത്തിലില്ല. ജയചന്ദ്രൻ, പക്ഷേ ഇവിടെ കേന്ദ്ര കമ്മിറ്റി റിവ്യൂവിൽ എഴുതി വെക്കുകയാണ്, എഴുതി വെക്കുകയാണ് ഈ പറയുന്ന ധാർഷ്ട്യം, അറഗൻസ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അത് പാവം സാധാരണ സഖാക്കളുടെ കാര്യമല്ല. ഫ്രം ടോപ്പ് ടു ബോട്ടം ഈ അറഗൻസ് ജനങ്ങളെ എലിമിനേറ്റ് ചെയ്തു പാർട്ടിയിൽ എഴുതി വെക്കുകയാണ്. അതിന്റെ പ്രകടോദാഹരണമായിരുന്നില്ലേ ഒരു വിയോജിപ്പ് നടത്തിയ ഒരു സംഘം സമരക്കാർ, ഏത് രാഷ്ട്രീയ പാർട്ടിയുമാകട്ടെ, ഒരു സംഘം സമരക്കാരോട് DYFI മുഖ്യമന്ത്രിയുടെ സുരക്ഷാപ്പടയും ഇറങ്ങി കൊല്ലുന്ന മട്ടിൽ മണ്ടയടിച്ച് കീറുന്ന പണി. അത് രക്ഷാപ്രവർത്തനം. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അത് തെറ്റായിപ്പോയെന്ന് വിലയിരുത്തൽക്കൊടുവിൽ ഇന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പറയുകയാണ്, ഞാൻ കണ്ടതേ കാണൂ, അതല്ലാതെ ഒന്നും ഞാൻ കാണാൻ കഴിയില്ല. സാർ, അതിനെയല്ലേ കേന്ദ്ര കമ്മിറ്റി വെണ്ടയ്ക്ക അക്ഷരത്തിൽ ധാർഷ്ട്യം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ശ്രീ ജയേന്ദ്രൻ? അല്ലത് ഞാൻ പറയട്ടെ ഹാഷ്മി, അതിൻ്റെ അകത്തുള്ളൊരു വിയോജിപ്പ് എന്താണെന്ന് അറിയാമോ? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണല്ലോ CPIM. അവരുടെ കേന്ദ്ര കമ്മിറ്റി പിന്നെ ഇലക്ഷൻ റിവ്യൂ നടത്തി എന്താണ് പരാജയത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. അതിൻ്റെ അകത്ത് തിരുത്താനുള്ള അവസരം ആ പാർട്ടിക്കുണ്ടെന്നേ. ഒരു ടെലിവിഷൻ ചർച്ചയിലോ നിയമസഭയിലോ തിരുത്തേണ്ടതല്ല അതൊന്നും. അതൊക്കെ തിരുത്താനുള്ള ശക്തമായുള്ള കേഡർ പാർട്ടിയാണ്. താങ്കൾക്ക് പറയാനുള്ള വിയോജിപ്പുകൾ പറയാം. ചാനൽ ചർച്ചയിൽ തിരുത്തണ്ട, നിയമസഭയിൽ തിരുത്തണ്ടേ? നിയമസഭയിലല്ല തിരുത്തേണ്ടത്. നിയമസഭയിൽ പറയുന്നതിന് പ്രിവിലേജ് ഉണ്ടെന്ന് താങ്കൾക്ക് അറിയില്ലേ? അതുകൊണ്ട് മുഖ്യമന്ത്രി അന്ന് മണ്ടയടിച്ച് ഞാൻ പറഞ്ഞ രക്ഷാപ്രവർത്തനം ഇപ്പോഴും രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനെ തിരുത്തലിന് മനസ്സില്ല എന്ന് പറയുകയാണ് മുഖ്യമന്ത്രി ശ്രീ ജയേന്ദ്രൻ. ഞാൻ ശ്രീ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ആ പദപ്രയോഗത്തിൻ്റെ വാച്യാർത്ഥത്തിലേക്ക് വ്യാഖ്യാനിക്കാനായിട്ട് ഞാനിപ്പോൾ തയ്യാറാവാത്തതുകൊണ്ടാണ്. അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, ഹാഷ്മിക്ക് അറിയാമല്ലോ. പറയാൻ തീരുമാനിച്ചാൽ നമുക്കത് പറയുകയും ചെയ്യാം. പക്ഷേ അതിനുള്ള സമയം ഈ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനതിൽ മിതത്വം പാലിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതങ്ങ് ദയവായി മനസ്സിലാക്കുക. ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക്, ഏതായാലും പത്തനംതിട്ട ഇഷ്യൂവിലേക്ക് വന്നാൽ എന്താണ് വസ്തുത? ഈ പിന്നെ കാപ്പ എന്ന് പറയുന്ന ആ നടപടിക്രമം കാപ്പ 3 ആണ് ഇയാളുടെ പേരിൽ ചാർജ് ചെയ്തിരുന്നത്, ഈ ശരൺചന്ദ്രൻ്റെ പേരിൽ. അത് ഇളവ് ചെയ്യുന്നത് ആരാണെന്നേ? പിന്നെ CPIMകാരാണോ? അല്ലല്ലോ, ജില്ലാ കളക്ടർമാർക്കാണ് അതിൻ്റെ അധികാരം കാപ്പ 3യിൽ ലിഫ്റ്റ് ചെയ്യാനുള്ളത്. അങ്ങനെ ലിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പിന്നെ കമ്മിറ്റി ഉണ്ടല്ലോ, ഒരു ഈ അഡ്വൈസറി കമ്മിറ്റിയല്ല, ഇതിൻ്റെ റിവ്യൂ കമ്മിറ്റിയാണ്. അതിൻ്റെ പേരങ്ങനെയാണ്. ആ റിവ്യൂ കമ്മിറ്റിയുടെ അധ്യക്ഷൻ കളക്ടർ തന്നെയാണ്. ആ റിവ്യൂ കമ്മിറ്റി തീരുമാനിച്ച് ജില്ലാ കളക്ടറാണ് ഇത് റിലീസ് ചെയ്ത് കൊടുക്കുന്നത്. അത്തരത്തിൽ വളരെ സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ കടന്നിട്ടാണ് ഈ പ്രകാരമുള്ള പ്രതിയെ വഴി കൂടെ പോയി നടക്കുന്ന ആരുടെയും മണ്ടയ്ക്ക് കാപ്പാടിച്ചു കൊടുക്കില്ലോ ശ്രീ ജയേന്ദ്രൻ? വഴി കൂടെ പോകുന്ന ആരുടെയും മണ്ടയ്ക്ക് കാപ്പാടിച്ചു കൊടുക്കില്ലല്ലോ. കാപ്പാടിച്ചു കൊടുക്കാൻ ഒരു കാരണമുണ്ടല്ലോ. ഇപ്പൊ ആയുഷ്കാലത്തേക്ക് കാപ്പാടിച്ചു കൊടുക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് പാർട്ടി സെക്രട്ടറി പറയേണ്ട കാര്യമില്ല. അതിന് കാലാവധി ഉണ്ട്. ഞാൻ പറഞ്ഞ ആ കാലാവധി പൂർത്തിയാക്കിയെന്നൊക്കെ പറഞ്ഞ് റിവ്യൂ കമ്മിറ്റിയിലേക്ക് പോയതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മുൻകാല ക്രിമിനലിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ച് മന്ത്രി അടക്കം സ്വീകരിക്കാൻ ന്യായീകരിക്കേണ്ട ഗതികേട് എന്തൊരു ഗതികേടാണെന്ന് CM ജയേന്ദ്രൻ.
പാർട്ടി സെക്രട്ടറി അടക്കം നിന്ന് ന്യായീകരിക്കുകയാണ് അതിനെ. അങ്ങനെയല്ല ഈ കേസിൽ. അതാണ് ഹഷ്മി ഞാൻ പറയുന്നത്. ഈ കേസ് അങ്ങനെയല്ല. ഈ കേസ് അങ്ങനെയല്ല. നിയമപരമായി ഈ കേസ് അങ്ങനെയല്ല. കാപ്പയ്ക്ക് തന്നെ 2 ഘടകങ്ങളുണ്ട്. ഒന്ന് കാപ്പ 15(1), മറ്റൊന്ന് കാപ്പ 3. ഈ 2 ഘടകങ്ങളുണ്ട്. ഇതിൽപ്പെട്ട ഒന്നാമത്തെ ഞാൻ ഇപ്പം പറഞ്ഞ കാപ്പ 15(1) കഴിഞ്ഞ വർഷം 2023 ജൂൺ 23 നിശാന്തിനി IPS ഇയാൾക്കൊരു നോട്ടീസ് കൊടുക്കുന്നുണ്ട്. ആ നോട്ടീസിൻ്റെ പകർപ്പ് എൻ്റെ കിടപ്പുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് പ്രകാരം അവർ പിന്നെ ഇയാളെ ഹിയറിങ്ങിന് വിളിക്കുന്നു. ഹിയറിങ്ങിൽ ഇയാളെ സംബന്ധിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് കാപ്പ ലിഫ്റ്റ് ചെയ്ത് മാറുന്നു. പിന്നെ ഈ വർഷം 22/1 ഇയാൾ പിന്നെ ഈ കാപ്പയുടെ കാര്യം താങ്കൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. എന്താണെന്നറിയോ? കാപ്പ ചുമത്തുന്നത് ഹാബിച്വൽ ഒഫൻഡേഴ്സ് എന്ന് പറഞ്ഞ കുറ്റവാളികൾക്കാണ്, എന്ന വ്യക്തികൾക്കാണ്. അവരെയാണ് കുറ്റവാളികളുടെ ഗണത്തിൽപ്പെടുത്തി ഹാബിച്വൽ ഒഫൻഡേഴ്സ്, സ്ഥിരം കുറ്റവാസനയുള്ളവർ, അവർക്കെതിരെയാണ് കാപ്പ ചുമത്തുന്നത്. അത് പക്ഷേ ഈ 2 ഘട്ടത്തിലാണ്. ഈ മറ്റേത് ADGP തലത്തിലുള്ളതും ഇത് ജില്ലാ കളക്ടർ തലത്തിലുള്ളതുമാണ്. ഇയാൾക്ക് ഈ ശരൺചന്ദ്രൻ ഇപ്പൊ കിട്ടിയത് ജില്ലാ കളക്ടറുടെ തലത്തിലുള്ള ഈ 6 മാസത്തെ. രാജു പി നായർ കാപ്പ 1, കാപ്പ 1-15 കാപ്പയുടെ ആർട്ടിക്കിളുകൾ, കാപ്പയുടെ വിവിധ ചേരുന്ന CPM-ലേക്ക്. ശരി, ഇവിടെ ഇത് CM ജയേന്ദ്രൻ മാത്രം, ഇത് പാർട്ടി സെക്രട്ടറി പറയുന്നുണ്ട്. കാപ്പയ്ക്ക് 2 കാപ്പയുണ്ട്. കാപ്പ 1, കാപ്പ 15, അതിന്റെ വിവിധ വിഭാഗങ്ങൾ. രാജു പി നായർ, ഒരു പത്തനംതിട്ട പോലെ CPM-ന് വലിയ വേരോട്ടമുള്ള ഒരു ജില്ലയിലെ ഒരു സെക്രട്ടറി അടക്കം നിന്ന് ഇയാൾക്ക് വേണ്ടി, ഈ ശരൺദാസ് എന്ന് പറയുന്ന ഒരു മുൻ RSSകാരന് വേണ്ടി വാദിക്കുകയാണ്. അതിലൊരു പിഴവുണ്ടെന്ന് ആർക്കും തോന്നുന്നില്ല. ശ്രീ രാജു പി നായർ. ഹാഷ്മി, ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാരവാഹികൾ ഈ പാർട്ടിയുടെ തീരുമാനത്തെ ന്യായീകരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പലപ്പോഴും ആ ന്യായീകരണങ്ങളൊക്കെ അവരുടെ ചർച്ചകൾ വരുമ്പോൾ അതല്ലാതെ ഞങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ തന്നെ ശരിയായിരുന്നു എന്ന് പാർട്ടിക്കകത്ത് പറയും. പക്ഷേ ഈ ഇടത് സഹയാത്രികർ, നിരീക്ഷകർ എന്നൊക്കെ നമ്മൾ ചർച്ചയിൽ വിളിക്കുന്നവർക്ക് കുറെ കൂടിയൊക്കെ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ സമീപിക്കാം. അത് ദൗർഭാഗ്യവശാൽ കുറച്ച് നാളുകളായിട്ട് അതില്ലാതെയായി പോകുന്നു. പലപ്പോഴും നിരീക്ഷകർ CPM-നേക്കാൾ വലിയ ആജ്ഞാനവർത്തികളോ അല്ലെങ്കിൽ അത് ന്യായീകരിക്കുന്നവരായി മാറിപ്പോകുന്നു എന്നുള്ളൊരു ദുര്യോഗം CPM-നെ ഇന്ന് അലട്ടുന്നുണ്ട്, ഇടതുപക്ഷത്തെ അലട്ടുന്നുണ്ട്. അത് ഇവിടെയും കാണാം. ഈ പൊളിറ്റിക്കൽ പാറ്റേണേജ് എന്താ? ധീരജിന്റെ വിഷയം പറഞ്ഞു. ഞങ്ങൾ ധീരജിനെ സംബന്ധിച്ചോളം മുഴുവനായിട്ട് നിയമ വ്യവസ്ഥയ്ക്ക് ഞങ്ങൾ ഹാജരാക്കി. ഞങ്ങൾ പൂർണ്ണമായിട്ട് നിയമ വ്യവസ്ഥയ്ക്ക് അദ്ദേഹത്തെ വിട്ടുകൊടുത്തു. എന്തുകൊണ്ട് 2 വർഷമായിട്ടും ധീരജിനെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ വാങ്ങിയ മരണമാണെന്ന് KPC അധ്യക്ഷൻ പറഞ്ഞാണ് രാജു. അത് അംഗീകരിക്കാവതല്ല. അതിന് ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാവതല്ല. അല്ല, അത് വാക്ക് ഹാഷ്മി, അത് ന്യായീകരിക്കുന്നില്ല. അത് വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അത് പോട്ടെ, ഞാനവിടെ വിടുന്നു. പക്ഷെ പ്രശ്നം ധീരജിനെ ചെയ്തു. പക്ഷെ ഞാൻ നോക്കൂ, പൊളിറ്റിക്കൽ പാറ്റേൺ എവിടെയാ? അതാണ് പൊളിറ്റിക്കൽ പാറ്റേൺ. MJ ഇടപെടില്ല പ്ലീസ്. അത് വിശുദ്ധ കാപ്പ. സഞ്ജു അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ല. അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കൂ. അല്ല, അങ്ങയുടെ സമയത്ത് അങ്ങ് സംസാരിക്കൂ. ഞാൻ സംസാരിക്കൂ. അല്ല ശ്രീ സഞ്ജു ഞാൻ പറയട്ടെ. നോക്കൂ, പൊളിറ്റിക്കൽ പാറ്റേൺ എന്താ? ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ചപ്പോൾ അവരെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റി ഇറങ്ങി തലയടിച്ചു പൊളിച്ചു. ഹാഷ്മി, എത്ര മാസമെടുത്തു ആ പോലീസിനെതിരെ കോടതി വിധിയോടുകൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് മൊഴിയെടുക്കാൻ, അവരെ വിട്ടുകൊടുക്കാൻ എത്ര നാളെടുത്തു? ഇതാണ് പൊളിറ്റിക്കൽ പാറ്റേൺ. മനസ്സിലായില്ലേ? കേരളത്തിൽ നടക്കുന്ന സംഘർഷങ്ങളിൽ പോലീസ്, ഇപ്പൊ ചാലക്കുടിയിൽ എന്തായിരുന്നു? ഒരു പ്രകോപനവും ഇല്ല. ഒരു കോളേജ് തെരഞ്ഞെടുപ്പ് ജയിച്ചതിന്റെ പേരിൽ പോലീസിന്റെ ജീപ്പിന് മേലെ കയറി SFI അതിക്രമം കാണിച്ചു, അടിച്ചു പൊളിച്ചു. അതിന് മേളിൽ ആനന്ദ നൃത്തമാടി. ഇല്ലേ? എത്ര നാളെടുത്തു അവർക്കെതിരെ നടപടിയെടുക്കാൻ? അവിടുത്തെ ഒരു SFIയുടെ നേതാവ് പറഞ്ഞില്ലേ, ആ പോലീസിന്റെ കാല് വെട്ടുന്ന കണ്ടോ? അയാൾക്കെതിരെ നടപടിയെടുത്തോ? പൊളിറ്റിക്കൽ പാറ്റേണേജ് ഇതാണ്. ആ പൊളിറ്റിക്കൽ പാറ്റേണേജ് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പൊളിറ്റിക്കൽ പാറ്റേണേജ് ആണ് രക്ഷാപ്രവർത്തനം എന്ന് ഇന്നും നിയമസഭയിൽ പറയുന്നത്. പിന്നെ നോക്കൂ ഹാഷ്മി, ഇവിടെ തന്നെ നോക്കൂ. ഇപ്പൊ PR ശിവശങ്കർ പറയാണ് ഇയാളെ പണ്ടേ പുറത്താക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് രേഖകളൊന്നുമില്ല. അതേസമയം ശ്രീ സഞ്ജുവിടെ പറയുന്നു ജൂൺ വരെ അദ്ദേഹം പാർട്ടി പ്രവർത്തകനാണ്, യുവമോർച്ചയുടെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ സെഗ്മെന്റിൽ പറഞ്ഞത് അദ്ദേഹത്തിന് മാനസാന്തരം വന്നു എന്നുള്ളതാണ്. മാനസാന്തരം സംഭവിച്ചതിന് ശേഷം CPM ആണ് ഏറ്റവും നല്ല പാർട്ടി, അതുകൊണ്ട് ഞാൻ CPM-ലേക്ക് ചേർന്നു എന്നാണ്. അപ്പൊ ജൂൺ വരെ RSSന്റെ പ്രവർത്തകനായിരുന്ന, BJPയുടെ പ്രവർത്തകനായിരുന്ന ആൾക്ക് തലേ ദിവസം ഒരു ദിവസം രാത്രി ഉണ്ടായ വെളിപാടാണോ CPM-ൽ ചേർന്നത്? ഇതൊന്നുമല്ല.
ഇവര് ഞാൻ പറഞ്ഞല്ലോ അക്രമത്തിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന പാർട്ടികളാണ്. BJP-യും RSS CPM-ഉം രണ്ടുപേരും. അവർക്ക് അവരുടെ അടിത്തട്ടിൽ അവരുടെ മനസ്സിലുള്ളത് വെറുപ്പും വിദ്വേഷവുമാണ്. പ്ലാൻ ചെയ്ത് ആസൂത്രണം ചെയ്ത് കൃത്യം നടപ്പിലാക്കാൻ കഴിവുള്ളവരാണ്. ശ്രീ ശിവശങ്കർ ഞാൻ 8 വർഷത്തെ 8 വർഷമൊന്നുമല്ല, അതിനു മുമ്പ് തന്നെ SFIയുടെ ആക്രമണം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ. അവിടുത്തെ കൊച്ചു കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള പനയപ്പള്ളിയിലെ CAT ഓഫീസിൽ നിന്ന് CATയുടെ ഗുണ്ടകളെത്തി ഞങ്ങളെ വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത് കാലാകാലങ്ങളായിട്ട് ഇവർക്കെല്ലാം ഉള്ളതാണ്. അവിടെ ഇവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം നിൽക്കുന്നു എന്നുള്ളതാണ് ഇവരെ എംബോൾഡൻ ചെയ്യുന്നത്. എന്തു ചെയ്താലും ഞങ്ങൾക്ക് ഈ പാർട്ടിയുടെ കീഴിൽ ഈ സർക്കാരിന്റെ കീഴിൽ ഞങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇപ്പൊ CAT-കാര് എങ്ങനെയുണ്ടാവുന്നത്? CAT-കാർ നടന്ന അക്രമം നോക്കൂ. അവരെന്തിനു പേരില്ല ഈ പോലീസ് പിണറായി വിജയൻ ഉൾപ്പെടെ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടില്ലേ തൊഴിലിടങ്ങളിലെ തർക്കങ്ങളെ സംബന്ധിച്ച്? ആ സർക്കത്തിൽ ഉണ്ടാവുന്ന സമയത്ത് CAT-യുടെ അക്രമത്തോടു കൂടി വരുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? ഇവരാണ്. അപ്പൊ ഈ അക്രമം ഇവർക്ക് ഈ CAT-ന്റെയും SFIയുടെയും എല്ലാം ഗുണ്ടാ സംഘങ്ങളെ ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ ആവശ്യമാണ് ഹാഷ്മി. അതുകൊണ്ടാണ് ഇവരെ തീറ്റിപ്പോറ്റുന്നത്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ പാർട്ടി ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒന്നിനെയും തള്ളിക്കളയുന്നില്ല. പക്ഷേ കേരളത്തിലെ SFIയെ സംബന്ധിച്ച് നടക്കുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, എല്ലാ ദിവസവുമുള്ള സംഭവങ്ങളാണ്. എല്ലാ ദിവസവുമുള്ള സംഭവങ്ങളാണ്. ഞാൻ സഞ്ജുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ ഒരു ചോദ്യവും അതിന് ഉത്തരവൊന്ന് കേൾക്കാം. പാർട്ടി ജില്ലാ സെക്രട്ടറി തിരുവല്ല ഒരു പീഡന കേസ് പ്രതിയായ CC സജീവാണ്. ഒന്നല്ല തിരിച്ചെടുത്ത് വീണ്ടും അടുത്ത കേസ് പ്രതിയാളെ വീണ്ടും തിരിച്ചെടുത്ത് വലിയ പറയട്ടെ. വിവാദം എന്നൊക്കെ പറയുന്നത് നിങ്ങളുണ്ടാക്കുന്നതാണ്. അയാളെ പാർട്ടിയിൽ നിന്ന് 2017 നടപടിയെടുത്തു. ആ 4 വർഷക്കാലം ഇപ്പം അയാളെ കൺട്രോൾ കമ്മീഷനാണ് അദ്ദേഹത്തെ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അത് മറ്റൊരു ക്രിമിനലിനെ കുറിച്ച് പറയുകയാണ് സജി അല്ലേ? അപ്പോൾ നിങ്ങൾ ആ പത്തനംതിട്ട പാർട്ടി കൊടുക്കുന്ന സന്ദേശം എന്താണ്? ആ പ്രതിയെ അവിടെ എതിർപ്പ് പറഞ്ഞത് പാർട്ടിയിലേക്ക് എടുക്കും. ഇവിടെ വേറെ പാർട്ടിയിൽ കിടക്കുന്ന ഒരു RSSകാരനെ അദ്ദേഹത്തിന്റെ അക്കാലത്ത് ചെയ്ത എല്ലാ ക്രിമിനൽ പ്രവർത്തനങ്ങളെയും ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് എടുക്കും. നിങ്ങൾ തിരുത്താൻ നിൽക്കുന്ന പാർട്ടിയല്ലേ ശ്രീ സഞ്ജു? ഇല്ല, ക്രിമിനൽ പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ടല്ല, തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിമിനൽ പ്രവർത്തനത്തെ ന്യായീകരിച്ചുകൊണ്ട് പാർട്ടിയിൽ എടുക്കുകയല്ല ചെയ്തത്. അദ്ദേഹം RSSന്റെ ഭാഗമായി നിന്ന് പാർട്ടിക്ക് ഇവിടെ പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പല വിഷയങ്ങളിലും ജില്ലയിൽ RSS നേതൃത്വം അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് CPIM-നും മറ്റ് ബഹുജനങ്ങൾക്കും എല്ലാം എതിരായി പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതാണ് കഴിഞ്ഞ കാലങ്ങളിൽ. എന്നാൽ പല സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് മനസ്സിലായി RSS അദ്ദേഹത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നുള്ളത്. ഇന്നലെ ഈ സ്വീകരണ പരിപാടി നടക്കുന്ന സമയം വരെയും ഇവർ പറഞ്ഞല്ലോ 2 വർഷം മുമ്പ് അദ്ദേഹത്തെ പുറത്താക്കിയാണെന്ന്. ഇന്നലെ വരെയും RSSന്റെയും ഇവിടുത്തെ BJP-യുടെ നേതാക്കളും ഈ ശരൺ ചന്ദ്രനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട്. അത് ശരണ് മനസ്സിലായി ഇവർ ഉപയോഗിക്കുകയാണെന്നുള്ളത്. അതാണ് പറയുന്നത്. അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം ഇതുവരെ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയോ ഇന്നലത്തിന് ശേഷം ഇദ്ദേഹത്തെ നേരത്തെ പുറത്താക്കിയിരുന്നു എന്നുള്ള? ഈ നാട്ടിലാരും പറഞ്ഞിട്ടില്ല. ഇന്നിപ്പം വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് അവർ പുറത്താക്കി എന്നുള്ളവർ ഈ നാട്ടിലറിയുന്നത്. ഇന്നലെ ഞങ്ങൾ സ്വീകരിച്ചപ്പോൾ അവർ BJP-യിൽ നിന്ന് മാറി CPM വന്നെന്നും നാട്ടുകാരറിഞ്ഞു. അതിനു മുമ്പ് ആരും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ല അവരെ എടുത്തത്. നിരന്തരം ഞങ്ങൾക്കെതിരെ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘത്തെ അവർ ഇത്രയും കാലം അതിൻ്റെ ഭാഗമായി അവർക്ക് എന്തെങ്കിലും മാനസാന്തരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് അവർ കരുതി. അത് അവസാനിപ്പിക്കണമെന്ന് കരുതിയപ്പോൾ RSSനൊപ്പം നിന്നാൽ വീണ്ടും അക്രമത്തിന് അവർ പ്രേരിപ്പിക്കും. അപ്പോൾ RSS ഉപേക്ഷിച്ച് CPM-നൊപ്പം വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഈ അക്രമ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് നാടിൻ്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി CPIM-നും ഇടതുപക്ഷത്തിനും ഒപ്പം നിലകൊള്ളാവുന്ന തിരിച്ചറിവിലാണ് അവർ വന്നത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അവരുമായിട്ടെല്ലാം വിശദമായ ചർച്ചകൾ നടത്തുകയും ഇവരുടെ കേസുകളുടെ സ്വഭാവവും എല്ലാം ഞങ്ങൾ വിശദമായി പഠിച്ചതിന് ശേഷം തന്നെയാണ് ഇവരെ CPIM-ലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് CPIM മെമ്പർഷിപ്പ് കൊടുത്തു എന്നൊക്കെ നിലയിലാണ് വാർത്തകൾ വരുന്നത്. CPM-ന് മെമ്പർഷിപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും കൊടുക്കാൻ കഴിയത്തില്ല. ഇപ്പം വന്ന ആളുകളെ ഞങ്ങൾ നിരീക്ഷിച്ച് പ്രവർത്തനത്തിലൊക്കെ അവർക്ക് ചുമതലകളൊക്കെ നൽകി പ്രവർത്തിപ്പിക്കും. സാമൂഹ്യ സേവന പ്രവർത്തന രംഗത്ത് മനുഷ്യരെ സഹായിക്കുന്ന നിലയിലേക്ക് പ്രവർത്തിക്കാൻ അവർക്ക് അവസരം നൽകും. ആ അവസരം ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ CPIM-ന്റെ അംഗങ്ങളായി മാറും പിൽക്കാലത്ത്. അതല്ലാതെ ഈ പറയുന്നത് പോലെയുള്ള പ്രശ്നങ്ങളല്ല നിലനിൽക്കുന്നത്. അല്ലാതെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെയല്ല. കാരണം അദ്ദേഹം RSS നിന്നപ്പോഴായിരുന്നല്ലോ കാപ്പ എടുത്തിരുന്നത്. ആ സമയത്ത് ഈ പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തരുത്. ഈ പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തരുത് എന്ന് അങ്ങനെ ജില്ലാ സെക്രട്ടറി പറയുന്നുണ്ട്. പൊതുപ്രവർത്തകർക്കെതിരെ കാപ്പ ചുമത്തരുത്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ RSS നിന്ന സമയത്ത്
ഇയാൾക്കെതിരെ അതെ, ചുമത്തിയ രാഷ്ട്രീയ കാപ്പ തെറ്റാണോ? പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന കേസുകളുടെ ഭാഗമായി കാപ്പ എടുക്കരുത്, അങ്ങനല്ലേ? അങ്ങനെയാണെങ്കിൽ RSS നിന്ന കാലത്ത് ഈ ശരൺദാസിനെതിരെ തെറ്റാണെന്ന് റിവ്യൂ എടുത്ത കമ്മിറ്റി കാപ്പ തെറ്റാണോ? തോന്നിയതല്ലേ കാപ്പ തുടർന്ന് എടുക്കാതിരുന്നത്? കാപ്പയുടെ ഭാഗമായി അദ്ദേഹത്തിന് നോട്ടീസ് നൽകിയല്ലോ. അപ്പൊ തൃശ്ശൂരിൽ 2023 ജൂൺ മാസം 23-ാം തീയതി 11 മണിക്ക് DIG ഓഫീസിൽ ഹാജരാകുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയല്ലോ. അപ്പൊ PR ശിവശങ്കർ ചോദിക്കുന്നു, നൽകിയ വിശദീകരണത്തിന്റെ ഭാഗമായി അപ്പൊ PR ശിവശങ്കർ ചോദിക്കുന്നു, BJPയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ സ്ഥിരം കുറ്റവാളി പട്ടികയിലേക്ക് കയറ്റുന്നത് ശരിയാണോ? ഇപ്പൊ അങ്ങയുടെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവിന്റെ വാക്കുകൾ പ്രകാരം തൃശൂർ ജില്ലാ സെക്രട്ടറിക്കെതിരെ എടുത്ത സ്ഥിരം കുറ്റവാളി കേസ് തെറ്റാണ്. എന്താണ് പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കെതിരെ എടുത്തുകൂടാതെ? അല്ല, പൊതുപ്രവർത്തന മേഖലയിൽ നിൽക്കുന്നവർ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായ കേസുകളാണെങ്കിൽ എന്ന സാഹചര്യത്തിലാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ആ നിലയിൽ പറഞ്ഞത്. ഈ ശരണിനെതിരെ എടുത്തിരിക്കുന്ന കേസുകൾ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ ഭാഗമായ കേസുകളാണ്. CPIM DYFI പ്രവർത്തകരും RSSകാരും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ CPM പ്രവർത്തകരെ ആക്രമിച്ചതിന്റെ ഭാഗമായ കേസാണ്. തൃശ്ശൂരിലെ കേസ് ഏതാണെന്നുള്ള ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്വേഷിക്കാതെ അത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയത്തില്ല. കേസിനെ സംബന്ധിച്ച് ഈ കേസ് സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. കാര്യങ്ങളെല്ലാം നമ്മൾ പരിശോധിച്ചതാണ്. ഹാഷ്മി, ഇപ്പൊ കുറച്ചും കൂടെ സമയം വിട്ട് കഴിഞ്ഞാൽ സന്ദേശത്തിലെ കൃഷ്ണപിള്ള സാറിനെ പോലെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റിനെതിരെ 2 പെണ്ണ് കേസോ അല്ലെങ്കിൽ ഒരു മാല പൊട്ടിക്കൽ കേസോ വരെ ഇവർ എഴുതിയുണ്ടാക്കും. അതിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനുള്ള എല്ലാ സ്വഭാവ ഗുണങ്ങളും വൈശിഷ്ട്യങ്ങളും ഉള്ളതാണ് കേരളത്തിലെ പോലീസും അതുപോലെ തന്നെ ഇവരുടെ ചില പോലീസുകാരും CPMലെ നേതാക്കളും ഒന്നും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ആ ചോദ്യം ചോദിച്ചത്. 2, ഞാൻ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ CPMും BJPയും കൊലപാതകം ചെയ്യുന്നു എന്നുള്ള കണക്ക് പറഞ്ഞു. ശരിയാണ്, കുറേ കാലഘട്ടത്തിന് മുമ്പ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് CPMന്റെ കൊലക്കത്തി ആർക്കൊക്കെ എതിരെയാണ് ഉയർന്നേക്കുന്നത്? RSSനെതിരെ മാത്രമാണോ? കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടില്ലേ? മുസ്ലിം ലീഗിനെതിരെ ഉയർന്നിട്ടില്ലേ? CPIക്കെതിരെ ഉയർന്നിട്ടില്ലേ? കേരള കോൺഗ്രസിനെതിരെ ഉയർന്നിട്ടില്ലേ? CPIയുടെ നേതാക്കളൊക്കെ കേരളത്തിൽ എറണാകുളത്ത് വെച്ച് തന്നെ കൊന്നിട്ടുണ്ടെന്നേ CPMകാർ. എന്തിന്? ഈ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് കൊട്ടാരക്കരയിൽ വലിയ പ്രകടനം നടത്തി, ഹർത്താൽ നടത്തി CPIക്കാർ CPMന്റെ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ കൂടെ നിൽക്കുന്ന ആളുകളെ വരെ കൊന്ന ചരിത്രം CPMനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പ്രതിഷേധം എന്നതിന് ഞങ്ങൾ ഒരു മിനിറ്റ്. അപ്പോ ഈ ഏറ്റവും കൂടുതൽ കൊല നടന്നേക്കുന്നതും കുറ്റവാളികളും CPMന്റെ കയ്യിൽ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉള്ളത് CPMലാണ്. സൂരജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നില്ല. ശിവശങ്കർ, പ്രാദേശികമായ ചോദ്യമാണെങ്കിൽ കൂടിയും താങ്കൾ കേരളത്തിൽ 577 CPMന്റെ പ്രവർത്തകരെ കൊന്നതിനകത്ത് കോൺഗ്രസും RSSും ഉണ്ട്. ശിവശങ്കർ, ഞാൻ പറഞ്ഞത് നമ്മൾ ആ മരണക്കണക്കിലേക്ക് തേടിപ്പോയി കഴിഞ്ഞാൽ മരണക്കണക്കിലേക്ക് പോയാൽ കണ്ണൂര് ഈ അടുത്ത കാലത്ത് വത്സൻ തില്ലങ്കേരിയും CM ഒക്കെ ചേർന്ന് RSS എന്ന മധ്യസ്ഥതയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ചേർന്ന് അവിടെ നേതാക്കൾ തീരുമാനിച്ചു ഇനി പരസ്പരം കൊല്ലണ്ടാന്ന്. അങ്ങനെ അവിടെ ചോരപ്പേറ്റ് നിന്നു. അതിന് മുമ്പുള്ള കാലം എടുക്കാവുന്ന ശിവശങ്കർ, അതിനുള്ള സമയമുണ്ടെങ്കിൽ. ആരും മാലാക ചമയല്ലേ ശിവശങ്കർ? സമയമുണ്ടെങ്കിൽ എടുക്കണം സാർ, എടുക്കണം. അതിനു മുമ്പ് P പരമേശ്വരനും ഇവിടുത്തെ അഡ്വക്കേറ്റ് കൃഷ്ണയ്യരും അടക്കമുള്ള ആളുകളും പല കുറി ഇരുന്നിട്ടുണ്ട്. ഇത് പല തവണ ചർച്ച ചെയ്യുന്നുണ്ട്. ഇത് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, ഇന്നും ഉണ്ടായിരുന്നു. നിർത്തേണ്ടടുത്ത് നിർത്തണം. പക്ഷെ നിരന്തരം ഒരു ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ അതിനെ തടയുവാനായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ഒരു സംശയവുമില്ല. അപ്പോൾ അതിനെയെല്ലാം ന്യായീകരിക്കുവാൻ CPM ഏതോ വലിയ ഒരു പാർട്ടിയാണ്, അത് ആരെയും കൊന്നിട്ടില്ല, നിവർത്തികേട് കൊണ്ട് RSSകാരെ കൊന്നതാണെന്ന് പറയരുത്. നിങ്ങൾ നിരന്തരം CPIയെയും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഇപ്പം ഇന്ത്യ സഖ്യത്തിലെ എല്ലാവരെയും നിങ്ങൾ കൊന്നിട്ടുണ്ട് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഒരു കൊലപാതകത്തെ ഞാൻ ന്യായീകരിക്കില്ല, അത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം ഇത്തരം കൊലപാതകങ്ങളെ ന്യായീകരിക്കുവാനായിട്ട് പൂർണ്ണമായും ഒരു പാർട്ടിയും മുഖ്യമന്ത്രിയും രംഗത്ത് വരുന്നു. അതിന് നിയമസഭയെ തന്നെ ഒരു താവളമാക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഒരു നിയമസഭയിൽ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം എന്ന് കളിയാക്കുകയും അതുപോലെ തന്നെ ഇത്തരം SFIയുടെ ക്രൂരതകളെ നിരന്തരമായി നടത്തുന്ന പോലീസിനെതിരെയും പ്രിൻസിപ്പലിനെതിരെയും നടത്തുന്ന എത്രയോ വർഷങ്ങളായി നടത്തുന്ന ക്രൂരതകളെ ന്യായീകരിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി പോട്ടെ, ഒരു മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ അത് പറയുമ്പോഴാണ് ഈ പാട്രണേജും അല്ലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിഗ്രിയുടെ പ്രശ്നവും വരുന്നത്. ഇവിടെയാണ് പ്രശ്നം. ഇത്തരത്തിലുള്ള ആളുകളെ നിയന്ത്രിക്കുവാൻ CPMന് നിവൃത്തിയില്ലാതായി വന്നിരിക്കുന്നു. ആ
നിവർത്തികേട് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ ബ്ലഡ്, ഇവരുടെ DNA അത് കൊലപാതകത്തിന്റെയും അത് ഈ രാഷ്ട്രീയമായി ജനങ്ങളെ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഗുജറാത്തിൽ കോൺഗ്രസ്സുകാർക്ക് പോലും എതിർപ്പില്ലല്ലോ? ഞങ്ങൾക്ക് ശക്തമായ പിന്തുണയുള്ള ഗുജറാത്തിൽ ഒരൊറ്റ കോൺഗ്രസ്സുകാരൻ മരിക്കപ്പെടുന്നുണ്ടോ? അത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ശക്തി. ഒരു മിനിറ്റ് സർ, സഞ്ജു ഒരു മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞു തീർക്കോട്ടെ. അപ്പോൾ BJPക്ക് ശക്തി കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി അവിടെ CPM ഉണ്ടല്ലോ, 1-2 CPM-കാർ അവിടെയൊക്കെ ഉണ്ട്. സംസ്ഥാന കമ്മിറ്റി ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അവരൊന്നും സെക്യൂരിറ്റി ഉണ്ടല്ലോ നടക്കണേ. രാഷ്ട്രീയത്തിൽ BJPക്കും RSSനും ഇത്തരത്തിൽ രാഷ്ട്രീയമായി താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഗുജറാത്തിൽ എങ്ങനെ സെക്യൂരിറ്റി ഇല്ലാണ്ട് നടക്കും? അപ്പം കണ്ണൂർ എന്തുകൊണ്ടാണ് വത്സൻ തിലകരിക്ക് സെക്യൂരിറ്റി വേണ്ടി വരുന്നത്? MT രമേശിന് സെക്യൂരിറ്റി വേണ്ടതുണ്ടല്ലോ, CK പത്മനാഭന് വേണ്ടി വന്നതല്ലോ. ഇതെല്ലാം രാഷ്ട്രീയമായ ആക്രമണം നിങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ കേന്ദ്രത്തിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളത്. ശക്തി കേന്ദ്രങ്ങളിൽ പ്രശ്നമില്ല. ഞങ്ങൾ വിചാരിച്ചാൽ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, എന്നിട്ടും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ തിരികെ ജയന്തൻ, ഇവിടെ നേരത്തെ നമ്മൾ കാണുന്നത് ED കേസിൽപ്പെടുന്നവർ BJPയിലേക്ക് വന്നാൽ ED കേസുകൾ അസ്തമിച്ച് അവർ വിശുദ്ധരാവുന്ന കാഴ്ച കണ്ടുവെങ്കിൽ കേരളത്തിലേക്ക് വന്നാൽ കാപ്പ കേസിൽപ്പെടുന്നവർ CPM-ലേക്ക് വന്നാൽ അവർ മാനസാന്തരപ്പെട്ട് വിശുദ്ധരായി നല്ല പൊതുപ്രവർത്തകരായി മാറും എന്ന കീഴ്വഴക്കം ഉണ്ടാക്കലാണോ പത്തനംതിട്ടയിൽ കാണുന്നത് ശ്രീ ജയേന്ദ്രൻ? എനിക്ക് കാശ്മീർ ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് ചിരിയാണ് വരുന്നത്. സാധാരണ ഞാൻ ചിരിക്കാറില്ല. ഇത് വിശുദ്ധരാക്കാനുള്ള പുറപ്പാടാണെന്ന് ഒക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് താങ്കൾ നിശ്ചയിച്ചോളൂ. പക്ഷേ ഈ കാപ്പ എന്ന് പറയുന്ന അറിയപ്പെടുന്ന റൗഡി എന്നാണ് ഒരർത്ഥം. ആ പഞ്ചായത്തിൽ നിന്ന് കാപ്പ എന്ന് പറയുന്നത്, ഈ കാപ്പ എന്ന് പറയുന്നത് നാടിനും നാട്ടിൽ പ്രശ്നമുള്ള നാട്ടുകാർക്ക് പ്രശ്നമുള്ള സൂക്ഷിച്ചോണേ എന്ന അർത്ഥത്തിൽ വരുന്ന ഒരു സ്ഥിരം കുറ്റവാളി എന്നതിനാണ് കാപ്പ എന്നതിൻ്റെ അർത്ഥം ശ്രീ ജയേന്ദ്രൻ. അപ്പൊ കാപ്പ ചുമത്തി ഒരാൾ, അയാളുടെ കാലാവധി കഴിഞ്ഞു, അപ്പോൾ അയാൾ മാനസാന്തരപ്പെട്ടു, അതുകൊണ്ട് പാർട്ടിയിലേക്ക് വന്നോളൂ എന്നൊക്കെ പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ നേരത്തെ താങ്കൾക്ക് വന്ന ചിരി എല്ലാവർക്കും വരും. അതെ, അല്ല താങ്കളിപ്പോൾ പറയുന്നത് കേട്ടാൽ ഈ അതാണെങ്കിൽ ഈ സ്ഥിരം കുറ്റവാളി എന്നുള്ള പ്രയോഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ജയിൽ എന്തിനാണ്? ജയിൽ നിയമപ്രകാരവും ഇന്ത്യൻ IPC പ്രകാരവും എല്ലാം വ്യാഖ്യാനിച്ചിട്ടുണ്ടല്ലോ. ജയിൽ എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ പരിവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് തടവ് ശിക്ഷ എന്ന് പറയുന്നത്. അത് ജയിൽ നിയമത്തിന് അടിസ്ഥാനപരമായി പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് ഇവിടെ വിശദമാക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പരിവർത്തനം വന്ന തടവുകാരനാണ് ശരൺചന്ദ്രൻ എന്ന് കരുതിക്കൂടെ? അതല്ലേ അതിന്റെ ശരിയായ ന്യായമായ ശാസ്ത്രീയമായ യുക്തി? അങ്ങനെയല്ലേ? പക്ഷെ ഞാനത് പറഞ്ഞില്ലല്ലോ. അതിന്റെ പുറം പിന്നിൽ അല്ല, ഞാൻ പറയുന്നില്ലെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, ഞാനങ്ങനെ പറയുന്നില്ല എന്നാണ് ഞാൻ ഹാഷ്മി പറഞ്ഞത്. അയാൾക്ക് CPM-ലേക്ക് വരാനായിട്ട് അയാളുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് രാജു പി നായർ പറയുന്നത് പോലെ CPM-നെ അന്ധമായിട്ട് ന്യായീകരിക്കാനിരിക്കുകയാണെന്ന് അദ്ദേഹത്തിൻ്റെ തോന്നലാണത്. ഞാൻ അന്ധമായിട്ട് ന്യായീകരിക്കുകയാണെന്നുള്ളത് ഹാഷ്മിക്ക് അറിയാമല്ലോ. അത് പക്ഷേ അയാൾക്ക് അയാളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാകും. പക്ഷേ ഈ ശരൺചന്ദ്രൻ ഉൾപ്പെടെയുള്ള 63 പേരാണ് CPM-ലേക്ക് സഹകരിക്കാനായിട്ട് തയ്യാറായി വന്നത്. അവർക്ക് മെമ്പർഷിപ്പ് ഒന്നും കൊടുത്തതായിട്ട് എൻ്റെ അറിവിലും ഇല്ല ഹാഷ്മി. ആദ്യം ഗ്രൂപ്പില്, പിന്നെ കാൻഡിഡേറ്റ്, മൂന്നാമത്തെ ഘട്ടമാണ് മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരാളെ ഒരു മന്ത്രി അടക്കം പോയി, ഒരു മന്ത്രി ഒന്ന് ആലോചിച്ച് നോക്കൂ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി, ഒരു മന്ത്രി ഒക്കെ ചേർന്ന് നിന്ന് സ്വീകരിക്കുകയാണ്. അല്ല, CPM-ലേക്ക് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ ആ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി അന്ന് അവിടെ ഉണ്ട്, അവർ സ്വീകരിച്ചു. അതിൻ്റെ അത് രാഷ്ട്രീയമായി എന്ത് തെറ്റാണെന്നുള്ളതെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. ഈ രാഷ്ട്രീയമായി തെറ്റുണ്ടെന്ന് പറഞ്ഞ പ്രകാരം ഈ രാഷ്ട്രീയമായി എന്ത് തെറ്റാണെന്നുള്ളത് പറയൂ. അല്ല, ശ്രീ എം വി സഞ്ജു പറഞ്ഞ പ്രകാരം ഈ ശരണ്ട പൂർവ്വകാല പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന്റെ പൂർവ്വകാല കേസുകൾ, കാപ്പ, ഭൂതകാലം ഒക്കെ സഞ്ജുവിനും പാർട്ടിക്കും അറിയാം. അപ്പൊ അതൊക്കെ അറിഞ്ഞാണ് ജില്ലാ സെക്രട്ടറി പോകുന്നതും മന്ത്രി പോകുന്നതും, പാർട്ടി അംഗത്വം കൊടുക്കാത്ത ഒരാൾക്ക്. ജയേന്ദ്രൻ, അതെ, അതിനൊരു ചരിത്ര പശ്ചാത്തലം കൂടെ ഉണ്ട്. അതെ, ഈ ജില്ലയിൽ കോൺഗ്രസും BJPയും എല്ലാം സംയുക്തമായി സ്വീകരിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ കോൺഗ്രസിന്റെ സമന്വയ നേതാക്കന്മാർ ഇടതുപക്ഷത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ RSSന്റെ സമന്വയ നേതാക്കന്മാർ CPM-ലേക്ക് വന്നിട്ടുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ ഇവരുടെ ചില തന്ത്രങ്ങളും CPM-നെ തകർക്കാൻ വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിയും. ഞങ്ങൾ ഇനിയും ആരെ കിട്ടിയാലും ഞങ്ങൾക്കൊപ്പം സ്വീകരിക്കും. ഞങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ എതിരാളികൾ ഞങ്ങളെ
ശരി, രാജു പി. നായർ സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞാൽ ഇക്കാലം അത്രയും CPM-നെതിരെ അക്രമം നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ കൊണ്ടുവന്ന് എന്തായിരുന്നു RSSന്റെ സ്ട്രാറ്റജി എന്നറിയാൻ ലക്ഷ്യമാണ്. രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതല്ല. ശരി രാജു, തൊട്ടപ്പുറത്താണെങ്കിൽ SDPക്കാരാണ് കൂട്ടും. നമ്മളിത് അല്ല, ഹാഷ്മി, ഒന്ന് ഹാഷ്മി അവരോട് ചോദിക്കുന്നില്ല. തൊട്ടപ്പുറത്താണെങ്കിൽ SDPക്കാരാണ് കൂട്ടുമല്ലോ. കേൾക്കുന്നത് ഗുണ്ടാ സംഘങ്ങളിലാണ്. കോട്ടങ്ങളിൽ പല ആസൂത്രണ പദ്ധതികളും തകർക്കാൻ കഴിയും. അവർക്കൊപ്പം നിൽക്കുന്ന ഒന്ന് ചോദിച്ചപ്പോൾ ആളുകളെ കൊണ്ടുവന്ന് SDPയെ കഴിഞ്ഞാൽ കൂട്ടുമെന്ന് അതാണ് ഞങ്ങൾ ചോദിച്ചാൽ മുന്നോട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലായിടത്തും കയറി രാഷ്ട്രീയം. സംസാരിക്കല്ലേ അല്ലാതെ ഞങ്ങൾ ശ്രീ ക്രിമിനലുകളെ സഞ്ജു. സംരക്ഷിക്കാനല്ല. സഞ്ജു, നിങ്ങൾ എല്ലായിടത്തും കയറി സംസാരിക്കല്ലേ, ഞങ്ങളോട് സംസാരിക്കട്ടെ പ്ലീസ്. മാത്രം നോക്കിയാൽ മതി. ഓക്കെ രാജു, നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ചാനലുകളിൽ കാണിക്കല്ലേ, നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ചാനൽ കാണിക്കുന്ന മറ്റുള്ളവരുടെ അവസരത്തിൽ സംസാരിക്കാതിരിക്കൂ. ഹാഷ്മി, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ പുറത്ത് ഇത് നമ്മൾ ഈ പറയുന്ന എല്ലായിടത്തും സ്ട്രാറ്റജി, ഇപ്പൊ ഞങ്ങൾ സഞ്ജു പറഞ്ഞ രീതി സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള നിങ്ങൾ പറഞ്ഞു. ഗുണ്ടാ സംഘങ്ങൾക്കിടയിലാണ്. 2024 നമ്മൾ CPM-നെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ഗുണ്ടാ ശൈലിയെ കുറിച്ച് സംസാരിക്കേണ്ടി വരികയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചേക്ക് അങ്ങനെ പറയണ്ടേ, ഞങ്ങൾക്ക് ജനാധിപത്യത്തിലേക്ക് വരുന്നതിന് ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നോക്കൂ, CPM-ന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലാളികളുടെയും ഇവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉള്ളത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ജനാധിപത്യവാദികളാണ് എന്നല്ല. അദ്ദേഹം ഞാൻ ആ പറഞ്ഞ പോലും കൗണ്ടർ അടിച്ചത് ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ജനാധിപത്യത്തിലേക്ക് വരുന്നതിന് യാതൊരു വിമുഖതയും ഇല്ല എന്ന് പറയുന്നത്. ഇത് ഇവരുടെ മാനസികമായിട്ടുള്ള അകത്തുള്ള പ്രശ്നമാണ്. ഇവർ എന്തോ വലിയ ആധിപത്യത്തിലാണ്. ഞങ്ങളുടെ പാർട്ടി ഭരണം ചൈനയിലും മറ്റുള്ളിടത്തൊക്കെ ഞങ്ങൾ ഞങ്ങളാണ് കാര്യങ്ങൾ, പാർട്ടിയാണ്. ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിൽ ഏത് കാര്യത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്? അത് നിങ്ങളുടെ നിർബന്ധമാണ്. പറയരുത്. അത് നിങ്ങളുടെ നിർബന്ധമാണ്. അത് നിങ്ങളുടെ നിർബന്ധമാണ്. നിങ്ങൾ ഹാഷ്മി ഇങ്ങനെ ഇടപെടാതിരിക്കാൻ പറയും. അത് നിങ്ങൾ നിർബന്ധിതരായിരിക്കുകയാണ്. കാരണം 1950 ഭരണഘടന ഉണ്ടായപ്പോൾ എന്താണെന്ന് പറ, വ്യക്തമാക്കുക. ചുമ്മാ കാടടച്ച് പറഞ്ഞിട്ട് പോകരുത്. 1950 തെരഞ്ഞെടുപ്പുകൾ തുടങ്ങിയപ്പോൾ നിങ്ങളുടെ തന്നെ നേതൃത്വം പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ജനാധിപത്യത്തിലേക്ക് വരേണ്ട നിർബന്ധിതരായിരിക്കുന്നു എന്ന് പറയുന്നത്. മനസ്സിലായി? തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുന്നത് നിങ്ങളുടെ രീതി അതല്ല. അതിന്റെ ഒരു അംശം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നതാണ് പ്രശ്നം. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ അക്രമത്തെ ന്യായീകരിക്കുന്ന സമീപനം നിങ്ങൾ നിർത്തലാക്കണം. ഞാൻ ചോദിക്കട്ടെ, TP വധക്കേസിൽ കോടതി ശിക്ഷിച്ചവരെ നിങ്ങൾ കുറ്റവാളികളല്ല എന്ന് പറയുന്ന നിലപാടല്ലേ? നിങ്ങൾ ഏത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത്? കോടതി ശിക്ഷിച്ചവരെ കുറ്റവാളിയല്ലാന്നും കോടതിക്ക് തെറ്റിപ്പോയെന്നും സമയം കഴിയാണ്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ ചർച്ചകൾ തുടരും. ചർച്ചകൾ തുടരും. കാര്യം CPM അതിന്റെ തിരുത്തലിന്റെ പാതയിലാണ്. തിരുത്തലിന്റെ പാതയിൽ അതിന് വിഘാതമായി വരുന്ന ഏത് നീക്കങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്ക് നന്ദി.